നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഞാൻ അശ്വതി. ഞാൻ എൽദോപ്പോൾ പുതുശ്ശേരി. ഒരുപാട് വാർത്തകളുടെ ഒരു ദിവസമാണ്, പ്രത്യേകിച്ചും ADGPക്ക് നിർണായക ദിനമാണ് അല്ലേ? അതെ, 30 ദിവസം. മുഖ്യമന്ത്രി പറഞ്ഞ 30ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പൊ ഇനിയൊരു തീരുമാനം ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ്. ഉറപ്പായിട്ടും. പ്രത്യേകിച്ചും CPI നിലപാട് ഘടിപ്പിച്ച സാഹചര്യമുണ്ട്. ഇന്ന് മന്ത്രിസഭാ യോഗമാണ്. അതെ, റിപ്പോർട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കുന്നു. ഇത്രയും ദിവസത്തെ ആ രാഷ്ട്രീയ നീക്കം അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളത് ഇന്ന് അതിനൊരു തീരുമാനം ഉണ്ടാകുമോ പ്രതീക്ഷിക്കുന്നു. കാരണം ഇതിനപ്പുറത്തേക്ക് ഒരു സമയപരിധി അത് അസാധ്യമാണെന്ന് CPI വ്യക്തമാക്കുന്നുണ്ട്. CPI എക്സിക്യൂട്ടീവ് എന്നുണ്ട്, CPM സെക്രട്ടേറിയറ്റ് ഉണ്ട്. അപ്പോ എല്ലാത്തിലും ഇത് വലിയ ചർച്ച ഈ വിഷയം തന്നെയാകും. തീർച്ചയായും ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒപ്പം നാളെ നിയമസഭ ചേരാനിരിക്കുന്നു. നിയമസഭയിലേക്ക് എത്തുമ്പോൾ അതെ, കാര്യങ്ങൾ കാഴ്ചകളൊക്കെ വളരെ വലുതായിരിക്കും. ഇടതുപക്ഷത്തിന്റെ MLA ആയിരുന്ന അൻവറിന്റെ സീറ്റ് മാറ്റം അടക്കം നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യമാണ്. അപ്പോ നിരവധിയായിട്ടുള്ള വാർത്തകൾ മാത്രമല്ല, NCP മന്ത്രിയെ പറ്റിയുള്ള ചർച്ചയിലും ഒരു പക്ഷേ തീരുമാനം ഉണ്ടാകണം. NCP നേതൃത്വം ഇന്ന് മുഖ്യമന്ത്രി കാണുന്നുണ്ട് 3 മണിക്ക്. ഇനി രാജ്യാന്തര തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ കൊടുമ്പിരി കൊണ്ട് ആക്രമണമാണ്. യുദ്ധം എന്നുള്ള ഒരു പൂർണ്ണ തോതിൽ തന്നെ പറയാം, യുദ്ധമാണ് എന്ന് തന്നെ. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം നടന്നു. അപ്പോൾ ഇങ്ങനെ കുറെ ഏറെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും വാർത്തകളിലേക്ക് പോകാം. ആദ്യം നമുക്ക് ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നടന്ന ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിലേക്ക് തന്നെ പോകാം. 6 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആശുപത്രിക്ക് മുകളിലും ബോംബ് വീണു എന്ന് വാർത്തയുണ്ട്. കൊല്ലപ്പെട്ടവരിൽ അമേരിക്കൻ പൗരനുമുണ്ട്. ഇതിനിടെ UN സെക്രട്ടറി ജനറലിന് ഇസ്രായേൽ വിലക്കേർപ്പെടുത്തി. അസ്വീകാര്യനായ നയതന്ത്രജ്ഞനായിട്ടുള്ള ഗുട്ടേറസ് രാജ്യത്ത് പ്രവേശിക്കരുത് എന്നാണ് ഇസ്രായേലിന് നിർദ്ദേശം. ഇറാനെ ആക്രമിക്കാൻ പദ്ധതി തയ്യാറാക്കി ഇസ്രായേൽ ഏത് നിമിഷവും ആക്രമണം ഉണ്ടായേക്കാം. ഇതിനിടെ സൈനിക നേതാക്കളെയും ബെഞ്ചമിൻ നെതന്യാഹു കണ്ടിട്ടുണ്ട്. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി ചേർന്ന്. രഞ്ജിത്ത്, ഈ പശ്ചിമേഷ്യ കലുഷിതമാണ്, ഭീതിതമാണ് സാഹചര്യം. അതിനുമപ്പുറം ഇന്നലെ ഏറ്റവും ഒടുവിൽ നടന്ന ആക്രമണത്തിന്റെ വിവരങ്ങൾ അതെന്താണ്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം ലെബനനിൽ കരയുദ്ധം രൂക്ഷമാണ് എന്നുള്ളതാണ്. ലെബനനിലെ നിരവധി ഗ്രാമങ്ങൾ ഇതിനകം തന്നെ ഇസ്രായേൽ ഒഴിപ്പിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 50ഓളം ഗ്രാമങ്ങളിലെ ജനങ്ങൾ കൂട്ടപലായനം ചെയ്തു എന്നുള്ള വിവരമാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 46 പേർ കൊല്ലപ്പെടുകയും 86ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്നലെ നമുക്കറിയാം, ഇസ്രായേലിൻ്റെ ഏതാണ്ട് 6ഓളം സൈനികരെ, അതും ചെറുപ്പക്കാരായ 6ഓളം സൈനികർ ഈ കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതിൽ പ്രകോപിതരായ ഇസ്രായേൽ തുടർച്ചയായ ബോംബാക്രമണം ലെബനന്റെ വിവിധ മേഖലകളിൽ നടത്തുകയാണ് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അത് ലെബനനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു കാര്യമായി മാറുന്ന പശ്ചാത്തലമുണ്ട്. കാരണം ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഹിസ്ബുള്ളയുടെ നേതാക്കളെ ഓരോരുത്തരെയായി തെരഞ്ഞു പിടിച്ച് വധിക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇറാന്റെ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാവുകയും 180ഓളം മിസൈലുകൾ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വന്ന് പതിക്കുകയും ചെയ്തത്. ഈ പശ്ചാത്തലം ഏറെ സങ്കീർണമായി. മൊസാദിന്റെ ആസ്ഥാനത്ത് പോലും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നു. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പാളീച്ച പറ്റി എന്ന വിവരങ്ങൾ ലോകരാജ്യങ്ങൾ ആശങ്കയോടെ പങ്കുവെക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. തുടർന്നാണ് ഇസ്രായേൽ ഏറെ പ്രകോപിതരാവുകയും തുടർച്ചയായ ബോംബാക്രമണം നടത്തുകയും ചെയ്തത് എന്നുകൂടി ചേർത്ത് വായിക്കണം. ഇത് അതിസങ്കീർണമായ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാക്കുന്നത്. കാരണം ഒരു ഭാഗത്ത് കരയുദ്ധത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. കരയുദ്ധം വലിയ തോതിൽ അവിടെ ആഞ്ഞടിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് വ്യോമാക്രമണവും ഇസ്രായേൽ ശക്തമാക്കിയിരിക്കുന്നത്. സാധാരണക്കാരായ നിരവധി ആളുകൾ ഓരോ ആക്രമണത്തിലും കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കഴിഞ്ഞ ദിവസം, ഇന്നലെ രാത്രി ഉണ്ടായ ബോംബാക്രമണത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് ഒരു ആശുപത്രിക്ക് മുകളിലാണ് മിസൈലുകൾ തുടർച്ചയായി വർഷിക്കപ്പെട്ടത്. അവിടെ ഒരു അമേരിക്കൻ വംശജനും കൊല്ലപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇതിനെ ആശങ്കയോടെ തന്നെ അമേരിക്ക സമീപിച്ച പശ്ചാത്തലം കൂടി ഇതിലൂടെ ചേർത്ത് വായിക്കണം. അമേരിക്കയുടെ പ്രസ്താവന ഇതുമായി ബന്ധപ്പെട്ട് ജോ ബൈഡൻ്റേത് വന്നു കഴിഞ്ഞു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ, അതായത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലടക്കം ആക്രമണം നടത്തിയാൽ അമേരിക്ക പിന്തുണയ്ക്കില്ല എന്നുള്ള പ്രസ്താവന ജോ ബൈഡനുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞു. ഇത് ഈ ആക്രമണത്തിൽ അമേരിക്കൻ വംശജൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെയാണ് ജോ ബൈഡൻ ഇത്തരത്തിൽ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. ഏതായാലും നിർണായകമായ നിമിഷങ്ങളാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഓരോ ലെബനനിൽ നടത്തുന്ന ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ നടത്തുന്ന ആക്രമണം അത് കരയിലും ആകാശത്തും ഒരുപോലെ ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. ഇസ്രായേൽ ഒട്ടും പുറകോട്ടില്ല. അതായത്
അതായത് ഇറാന്റെ ശക്തമായ മിസൈൽ വർഷത്തിന് ശേഷം ഒട്ടും ഇസ്രായേൽ പുറകോട്ടില്ല എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. വരും ദിവസങ്ങളിലും ലബനൻ ആക്രമണം ശക്തമാക്കും എന്ന സൂചനകൾ തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, UN സെക്രട്ടറി ജനറൽ ആന്റണി ഗുട്ടാറസ് കഴിഞ്ഞ ദിവസം ഈ ആക്രമണങ്ങളെ അപലപിച്ച സാഹചര്യമുണ്ടായിരുന്നു. അവിടെ ഇറാന്റെ പേരെടുത്ത് പറഞ്ഞില്ല എന്നാണ് ഇസ്രായേലിന്റെ പരാതി. തുടർന്ന് ഗുട്ടറസ് ഈ നയതന്ത്രജ്ഞ തലത്തിൽ പരാജയപ്പെട്ട ഒരാളാണ് എന്ന അതിരൂക്ഷമായ വിമർശനം ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന സാഹചര്യം, ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഗുട്ടറസിന് ഇസ്രായേലിലേക്ക് വിലക്ക് ഏർപ്പെടുത്തി എന്നുള്ളത് അതിസങ്കീർണമായ ഒരു സാഹചര്യമായി തന്നെയാണ് കാണുന്നത്. കാരണം നമുക്കറിയാം, ഐക്യരാഷ്ട്രസഭ തുടർച്ചയായി ഇസ്രായേലിന്റെ ആക്രമണത്തെ അപലപിച്ചിരുന്നു. ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണ് എന്ന് പറഞ്ഞിരുന്നു. ഗസയിൽ ഹമാസിനെ ആക്രമിച്ചപ്പോൾ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. അത് ഇത്തരത്തിൽ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട ആക്രമണം നടത്തുമ്പോൾ ലബനനിൽ ആവർത്തിക്കരുത് എന്ന മുന്നറിയിപ്പാണ് തുടർച്ചയായി ഗുട്ടറസ് നൽകിക്കൊണ്ടിരുന്നത്. ഗുട്ടറസിന്റെ ഇത്തരം പരാമർശങ്ങളാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അതിൽ അമേരിക്ക ഏതായാലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ട്, നമുക്കറിയാം UN എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ സംഘടനയാണ്. പല വിഷയങ്ങളിലും ഇടപെട്ട് മധ്യസ്ഥ ചർച്ചയടക്കം നടത്തി പല വിഷയങ്ങളും നേരത്തെ പരിഹരിച്ച ചരിത്രം UN ഉണ്ട്. പക്ഷേ ഇവിടെ UN പൂർണ്ണമായും പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. UNന്റെ പല വിധത്തിലുള്ള മുന്നറിയിപ്പുകളും ഉപരോധമടക്കമുള്ള കാര്യങ്ങളും ഇസ്രായേലിനെ ഒരു തരത്തിലും പുറകോട്ടടിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് യൂറോപ്യൻ യൂണിയന്റെയും അമേരിക്കയുടെയും മറ്റും പിന്തുണയാണ്. ഇത് ഇസ്രായേൽ ഇപ്പോഴും തേടുകയും ചെയ്യുന്നുണ്ട്. തുടർച്ചയായി ഇറാൻ ആക്രമണത്തിൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും മറ്റും ഇസ്രായേൽ അനുകൂലമായി നിന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ചില ഗൾഫ് രാജ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട അപലപിച്ച സാഹചര്യമുണ്ട്. അങ്ങനെ ലോകരാജ്യങ്ങളുടെ പിന്തുണ കൂടി തേടിക്കൊണ്ടാണ് ഇപ്പോൾ UN-നെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഇസ്രായേലിന്റെ നീക്കം എന്നത് യുദ്ധത്തിലേക്ക് നീങ്ങരുത് എന്ന UN-ന്റെ ആവശ്യം തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള പദ്ധതിയിലേക്ക് തന്നെയാണ് ഇസ്രായേൽ നീങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഈ ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുന്നു, അല്ലെങ്കിൽ ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടാകും എന്ന് പറയുമ്പോൾ യുദ്ധം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്ന് നമുക്ക് പറയാനാകുമോ? തീർച്ചയായും ചൊവ്വാഴ്ചത്തെ മിസൈൽ ആക്രമണത്തിന് ശേഷം ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈനിക നേതാക്കളുമായി അടിയന്തരമായി മണിക്കൂറുകൾ നീണ്ട കൂടിക്കാഴ്ച നടത്തി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം എങ്ങനെ ഇതിനോട് പ്രതികരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ പദ്ധതി ഇസ്രായേൽ തയ്യാറാക്കി എന്നാണ് മനസ്സിലാകുന്നത്. ഇതിനിടയിലാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തും ഇസ്രായേൽ എന്ന വിവരം പുറത്തു വരുന്നത്. അതിനെയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ആശങ്കയോടെ കാണുന്നത് കൂടി ചേർത്ത് വായിക്കണം. ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ അത് വലിയ തോതിലുള്ള പ്രകോപനത്തിന് കാരണമാവുകയും ഒരു രാജ്യം ഏതാണ്ട് പൂർണ്ണമായും നശിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. നമുക്കറിയാം, ഇറാനിൽ ഇന്ത്യക്കാരുണ്ട്, അമേരിക്കക്കാരുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിൽപ്പെട്ട നിരവധി ആളുകളുണ്ട്. അവരുടെയൊക്കെ സുരക്ഷിതത്വം ഈ ലോക രാജ്യങ്ങൾക്കൊക്കെ ഏറെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള, അവരവരുടെ രാജ്യത്തെ ജനങ്ങളെ, പൗരന്മാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പല ലോകരാജ്യങ്ങളും ആരംഭിച്ചു എന്ന വിവരം കൂടി പുറത്ത് വരുന്നുണ്ട്. അതേസമയം ഈ ഇത്തരത്തിൽ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിൽ അമേരിക്ക പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് ജോ ബൈഡൻ മറുപടി പറഞ്ഞതും നിർണായകമായി. കാരണം നമുക്കറിയാം, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ എന്നീ 8 രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി ടെലഫോണിൽ സംസാരിച്ച ശേഷമാണ് ഇത്തരത്തിൽ ബൈഡൻ മറുപടി പറഞ്ഞത് എന്നുള്ളതാണ്. ഇതിനിടയിൽ സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിൻ്റെ അവകാശത്തെ പിന്തുണയ്ക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. G7 രാജ്യങ്ങളുടെ ഉപരോധം ഇറാനെതിരെ ഉടൻ തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനിടയിലാണ് ഈ ആക്രമണം, അതായത് എങ്ങനെ നമുക്കറിയാം, നയതന്ത്രകാലത്തിൽ വലിയ തിരിച്ചടിയായ ഒരു ആക്രമണമാണ് ഇസ്രായേലിൽ സംഭവിച്ചത്. 180ഓളം മിസൈലുകളാണ് ഇസ്രായേലിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ, ടെല്ലവീവിലെ വിവിധ കേന്ദ്രങ്ങളിൽ പതിച്ചത് എന്നുള്ളത് ലോകരാജ്യങ്ങൾ ഏറെ ആശങ്കയോടെ കണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഇറാൻ നേരിട്ട് ആക്രമണത്തിന് ഇറങ്ങിയാൽ അതിനെ ഇസ്രായേൽ പ്രതിരോധിക്കാൻ പോവുകയും ഇസ്രായേൽ നേരിട്ട് ഇറാനെ ആക്രമിക്കുകയും ചെയ്താൽ ഈ യുദ്ധത്തിന്റെ ഒരു സ്വഭാവം മാറുന്ന ഒരു പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കണം. കാരണം നമുക്കറിയാം, ആണവ സാങ്കേതിക വിദ്യ ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്നുള്ളത്. ഒപ്പം ഇറാന്റെ പക്കൽ അത്യാധുനിക മിസൈലുകൾ കൂടിയുണ്ട്. ചൈനയുടെയും ഒപ്പം റഷ്യയുടെയും സഹായം ഇറാനുണ്ട്. അങ്ങനെ ഇറാനെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു തലത്തിലേക്ക് ഇസ്രായേൽ പോയാൽ അത് യുദ്ധത്തിന്റെ സ്വഭാവം സ്വാഭാവികമായി മാറ്റുകയും അത് ലോകക്രമത്തിൽ വലിയ മാറ്റം വരുത്തുകയും മറ്റും ചെയ്യും. അത് ആശങ്കയോടെ കാണേണ്ട സാഹചര്യമാണ്. ഇപ്പോൾ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ആക്രമിച്ചതുപോലെയല്ല ഇറാൻ എന്ന രാജ്യത്തിന് നേരെ നേരിട്ടുള്ള ആക്രമണം നടത്തുക എന്നുള്ളത്. ഇന്നലെ അയത്തുള്ള ഖൊമേനി
അദ്ദേഹം ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഇറാന്റെ ആയുധ ശേഖരങ്ങളുടെ ഒരു ചിത്രം അയത്തുള്ള ഖൊമേനി കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. അത് ഇസ്രായേലിനുള്ള ഒരു മുന്നറിയിപ്പാണ്. പക്ഷേ അതിനെ പ്രകോപനപരമെന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിച്ചത്. സ്വാഭാവികമായും അതനുസരിച്ചുള്ള ഒരു നീക്കം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഇസ്രായേൽ വെറുതെ ഇരിക്കില്ല എന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും മറ്റും കരുതുന്നുണ്ട്. ഇസ്രായേൽ സ്വാഭാവികമായും തിരിച്ചടിക്കും. തങ്ങളുടെ സുരക്ഷിതത്വം, തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷിതത്വത്തെ അടക്കം സംരക്ഷിക്കാനുള്ള എല്ലാ തലത്തിലുമുള്ള അവകാശം ഇസ്രായേലിനുണ്ട് എന്ന് അമേരിക്ക പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും അത്തരമൊരു ആക്രമണം പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു കാര്യം എൽദോ അശ്വതി, ഇന്ത്യക്കാരെ, ഇറാനിൽ നിരവധി ഇന്ത്യക്കാരുണ്ട്. ഇറാനിലുള്ള ഇന്ത്യക്കാരെയും ഒഴിപ്പിക്കാനുള്ള പദ്ധതി വിദേശകാര്യ മന്ത്രാലയം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ തോതിലുള്ള ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിലേക്ക് കാര്യങ്ങൾ കടന്നാൽ ഇറാൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ, നമുക്കറിയാം ഇന്നലെ കഴിഞ്ഞ ദിവസം ബാലിസ്റ്റിക് മിസൈലുകളായിരുന്നു, അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിലേക്ക് പ്രയോഗിച്ചത്. ഇറാന്റെ പക്കൽ കൂടുതൽ അത്യാധുനിക ആയുധങ്ങളുണ്ട് എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്, ലഭ്യമാകുന്നുണ്ട്. അത് ഏത് തരത്തിലാണ് ഈ പറഞ്ഞതുപോലെ ഇറാൻ ഉപയോഗിക്കുക എന്നത് ഏറെ നിർണായകമാണ്. ആണവായുധം പോലെയുള്ള നശീകരണമായ കാര്യങ്ങളിലേക്ക് ഇറാൻ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇസ്രായേൽ മാത്രമല്ല നൽകിയ അതിസങ്കീർണമാണ് സാഹചര്യം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇതിനിടെ ഡാനി ഡാനൻ ഐക്യരാഷ്ട്രസഭയിലെ സുരക്ഷാ കൗൺസിലിലെ ഇസ്രായേൽ പ്രതിനിധിയാണ്. പശ്ചിമേഷ്യയിലെ സാഹചര്യം വിശദീകരിക്കുകയായിരുന്നു. അവിടെ ഇസ്രായേൽ എടുക്കുന്ന തീരുമാനം അത് നിർണായകമായി മാറുമെന്നുള്ളതായിരുന്നു സെക്യൂരിറ്റി കൗൺസിലിന്റെ അടിയന്തര യോഗത്തിന് തൊട്ട് മുൻപ് ഡാനി ഡാനോൺ അദ്ദേഹത്തിന്റെ പ്രതികരണം. Last night in Israel was not a defensive action of Iran. It was a calculated attack on a civilian population. Israel will not stand by in the face of such aggression. Israel will respond. Our response will be decisive. And yes, it will be painful. But unlike Iran, we will act in full accordance with international law. Following their heinous assault on 10 million Israeli civilians, the Islamic regime in Iran had the audacity, the chutzpah, to send a letter to the Security Council. In that letter, they patted themselves on the back, claiming they acted in accordance with international humanitarian law by targeting military sites, while suggesting that any response from Israel would be illegal. We are very disappointed from the Secretary General's approach. Let's look at the last year. After October 7th, the Secretary General put a very poor statement where he said that there is no vacuum, and some understood that he's justifying the atrocities of October 7th. After that, the UN never passed a resolution under his leadership condemning Hamas and the atrocities, not in the General Assembly, nor in the Security Council. And yesterday, when we are being attacked by a member state of the UN, 180 ballistic missiles, 10 million people running to shelters, the statement he put out basically calling for de-escalation, not mentioning Iran, not mentioning who is the aggressor, who is self-defending its people. That moral equation is detached from reality. അന്റോണിയോ ഗുട്ടറസിനെ രൂക്ഷമായി വിമർശിക്കുകയാണ്. അത് UN സുരക്ഷാ കൗൺസിലിൽ തൊട്ട് മുമ്പ് ഇസ്രായേലിന്റെ പ്രതിനിധിയായിട്ടുള്ള ഡാനി ഡാനോൺ ഒരു തരത്തിലും ഇറാന്റെ പേര് സൂചിപ്പിച്ചില്ല. 181 ബാലിസ്റ്റിക് മിസൈലുകൾ വന്നിട്ടും ഇറാന്റെ പേര് പറയാൻ ഗുട്ടറസ് തയ്യാറായില്ല എന്നത്. അതാണ് ഈ യാത്രാവിലക്ക് പോലുള്ള അല്ലെങ്കിൽ അങ്ങോട്ട് പ്രവേശിക്കേണ്ട എന്നുള്ളൊരു ശക്തമായ നിലപാട് അല്ലേ. നമ്മൾ ആദ്യം സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ADGP MR അജിത് കുമാറിന്റെ നിർണായകമാണ് എന്നുള്ളതാണ്. PV അൻവർ ഉന്നയിച്ചതടക്കം അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ DGP ഇന്ന് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറുകയാണ്. തൃശൂർ പൂരം കലക്കലിൽ തുടരന്വേഷണം വേണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകും. 2 അന്വേഷണങ്ങൾക്കാണ് സാധ്യത. തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിക്കും. നാളെ നിയമസഭ ചേരുകയാണ്. അതിനു മുൻപ് ADGPയെ മാറ്റാനാണ് സർക്കാരിന്റെ നീക്കം. VV അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. വളരെ നിർണായകമാണ് അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് എന്ത് തീരുമാനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ?
അശ്വതി, ADGP MR കുമാറിനും ഇടതുമുന്നണി രാഷ്ട്രീയത്തിനും ഇവിടെ നിർണായകമായ ദിവസമാണെന്ന്. കാരണം സംസ്ഥാനത്തെ മന്ത്രിസഭ കഴിഞ്ഞ ആഴ്ച ചേർന്നപ്പോൾ CPI മന്ത്രി CPIയുടെ നേതാവ് കൂടിയായ K രാജൻ എന്താണ് ഈ ADGP അന്വേഷണത്തിന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം? അപ്പോൾ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ലഭിച്ചു, അതിൽ ആഭ്യന്തര സെക്രട്ടറി അന്വേഷിക്കുന്നു. അതിനുശേഷം നടപടി ഇന്നത്തെ മന്ത്രിസഭ അടുത്തയാഴ്ചത്തെ മന്ത്രിസഭയിൽ അറിയിക്കാമെന്നാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. ആ ദിവസം ഇന്നാണ്. ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശയും DGPയുടെ ശുപാർശകൾ പരിഗണിച്ചുകൊണ്ട് ഇതിലൊരു ഉന്നത അന്വേഷണം വേണമെന്നാണ് സർക്കാർ മുമ്പാകെയുള്ള ശുപാർശ. ആ ശുപാർശ ഇതുവരെയും തീരുമാനമുണ്ടായിട്ടില്ല. മറ്റൊന്ന് പൂരം കലക്കൽ അന്വേഷിച്ച പൂരം കലക്കലിൽ ADGPയുടെ റിപ്പോർട്ട് തള്ളിക്കൊണ്ടുള്ള കാര്യമാണ് അതിൽ പ്രധാനമായും വരുന്നത്. മറ്റൊന്ന് ADGPക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, PV അൻവർ ഉന്നയിച്ച പരാതികൾ, അതിൽ ഒരു അന്വേഷണം നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാന പോലീസ് മേധാവിയാണ് ആ അന്വേഷണം നടത്തിയത്. അതിന്റെ റിപ്പോർട്ടും ഇന്ന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രി കൈമാറിയേക്കുമെങ്കിൽ അതിലും അന്വേഷണം ഉണ്ടാകും. അങ്ങനെ പ്രധാനപ്പെട്ട അന്വേഷണങ്ങൾ ADGPയുടെ കാര്യത്തിൽ വരാനുണ്ട്. ഇത് ഒരു ഭരണപരമായ കാര്യം മാത്രമല്ല, ഇടതുമുന്നണി രാഷ്ട്രീയത്തിൽ തന്നെ വലിയ തർക്കം കൊണ്ട് അസ്വസ്ഥത ഉണ്ടാക്കിയ വിഷയമാണ്. ഇന്നലെ രാത്രിയും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും AK സെന്ററിലെത്തി കണ്ടിരുന്നു. ADGP MR കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ എന്തെങ്കിലും മാറ്റണമെന്ന ആവശ്യം ആവർത്തിച്ച് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ നിലപാട് തന്നെയാണ് തുടർന്നത്. അന്വേഷണ റിപ്പോർട്ട് വരാനിരിക്കുന്നു. വന്ന ശേഷം ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാകാമെന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. CPIക്ക് മുഖം രക്ഷിക്കാൻ ഒരു നടപടി അനിവാര്യമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പലതവണ ADGPയെ മാറ്റിയേ പറ്റൂ, മാറ്റാതെ മുന്നോട്ട് പോകാനാകില്ല, ദീർഘനാൾ ADGPയോട് തുടരില്ല എന്ന് പല പ്രസ്താവനകൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിക്കഴിഞ്ഞു. അപ്പോഴും സമയം ഓരോ ദിവസവും വൈകുകയാണ്, നടപടി നീളുകയാണ്. CPIയുടെ ദേശീയ നേതാവ് കൂടിയായ പ്രകാശ് ബാബു ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിനും അനന്തമായി കാത്തിരിക്കാനാകില്ല, അത് ശരിയല്ല എന്ന നിലപാട് എടുത്തിരുന്നു. നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. നിയമസഭയിൽ CPI മന്ത്രിമാർ എന്തോ മറുപടി പറയുമെന്ന കാര്യം അവർക്ക് ആശങ്കയുണ്ട്. അതിനു മുമ്പ് തന്നെ ഇന്ന് CPIയുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗം ചേരുന്നു. ഇത്രയധികം ശക്തമായ CPI ഒരു ആവശ്യം മുന്നോട്ട് വച്ചിട്ടും അതിൽ നടപടി വൈകുന്നതിൽ പാർട്ടിക്കുള്ളിൽ കടുത്ത അതൃപ്തിയുണ്ട്, അമർഷമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനെങ്ങനെ വൈകിപ്പിക്കുന്ന കാര്യത്തിൽ തർക്കമുണ്ട്. CPI ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുപ്പിക്കാൻ കഴിയാതെ പോകുന്നതിൽ വലിയ വിമർശനം CPIക്കുള്ളിലുണ്ട്. അത് സ്വാഭാവികമായും അത് CPI സംസ്ഥാന സെക്രട്ടറിക്കെതിരെയാകും ആ വിമർശനങ്ങളും പ്രതിഷേധവും ഉണ്ടാവുക. സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ ഇതുവരെ ചെയ്ത നിലപാടുകൾ ബിനോയ് വിശ്വത്തിന് പറയേണ്ടി വരും. അങ്ങനെ ഒരു മുഖരക്ഷികൾ കൂടിക്കാഴ്ച കൂടിയായിരുന്നു AK സെന്ററിൽ ബിനോയ് വിശ്വം CPM നേതാക്കളുമായി നടത്തിയത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. AK സെന്ററിലും CPMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഈ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ അവിടെയും ചർച്ചയാകും. അരുൺ, ഈ വളരെ നിർണായകമായ ദിവസങ്ങളാണ് നടക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ADGPക്ക് നിർണായകം, CPI നേതൃയോഗങ്ങൾ, നാളെ സഭ ആരംഭിക്കുകയാണ്. അങ്ങനെ LDF രാഷ്ട്രീയത്തിന് ഈ വിവാദങ്ങളുടെ ഒരു പെരുമഴക്കാലത്താണ് ഈ നിയമസഭാ സമ്മേളനത്തെ നേരിടേണ്ട സാഹചര്യം എന്നതുകൂടിയുണ്ട്. ഈ PV അൻവർ എവിടെയായിരിക്കും അദ്ദേഹത്തിന്റെ സീറ്റ്, എവിടെയായിരിക്കും അദ്ദേഹത്തിന്റെ പൊസിഷൻ എന്നുള്ളതൊക്കെ കൗതുകത്തോടെ ഉറ്റുനോക്കണം. മാത്രമല്ല, അടിയന്തര പ്രമേയം ഉന്നയിക്കുമ്പോൾ ഉറപ്പായും അൻവറിന്റെ പ്രധാനപ്പെട്ട വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്യും. അപ്പോൾ അൻവറിന്റെ വാക്കുകളെ അവർ ആശ്രയിക്കും. അങ്ങനത്തെ ഒരുപാട് സാഹചര്യമുണ്ട്. ഒരുപാട് നാടകീയ രംഗങ്ങൾക്കായിരിക്കും നിയമസഭ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതല്ലേ? തീർച്ചയായിട്ടും PV അൻവർ ഇപ്പോഴും സാങ്കേതികമായി CPMന്റെ നിയമസഭാ കക്ഷിയിലെ അംഗമാണ്. ഭരണപക്ഷ ബെഞ്ചുകളിൽ തന്നെയാണ് അദ്ദേഹത്തിനും ഇപ്പോഴും നിയമസഭയിലെ സ്ഥാനം. അത് CPMന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി TP രാമകൃഷ്ണൻ, ഇടതുമുന്നണി കൺവീനർ കൂടിയ TP രാമകൃഷ്ണൻ, അദ്ദേഹമാണ് അൻവറിനെ അവിടെ നിന്ന് മാറ്റുന്ന ആവശ്യപ്പെട്ട സ്പീക്കർ കത്ത് നൽകേണ്ടത്. ഇന്നലെ വൈകിട്ട് നമ്മൾ അന്വേഷിക്കുമ്പോഴും അത്തരമൊരു കത്ത് സ്പീക്കറുടെ ഓഫീസ് ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് അതിൽ തീരുമാനമുണ്ടായേക്കും. അൻവറും ഒരുപക്ഷെ ആവശ്യപ്പെടാം, തനിക്ക് അവിടെ ഇരിക്കാൻ താല്പര്യമില്ല, മറ്റൊരു സീറ്റ് നൽകണമെന്ന് സ്പീക്കറോട് അൻവറിനും ആവശ്യപ്പെടാം. ഇന്ന് രാവിലെ 11 മണിക്ക് സ്പീക്കർ AN ഷംസീറിന്റെ വാർത്താ സമ്മേളനമുണ്ട്. ഈ നിയമസഭാ നടപടിക്രമങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിക്കാനായി, സെഷൻ ചെയ്തതിനെ പറ്റി വിശദമാക്കാൻ സ്പീക്കറുടെ വാർത്താ സമ്മേളനമുണ്ട്. അതിലും ഈ കാര്യങ്ങളിലൊക്കെ ഒരു ധാരണ ഉണ്ടായേക്കാം. ഏതായാലും നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത് ഭരണപക്ഷത്തിന് ഒട്ടും അനുകൂലമല്ലാത്ത, അത്ര സുഖകരമല്ലാത്ത, എന്നാൽ പ്രതിപക്ഷം വർദ്ധിത വീര്യത്തോടെ, ആവേശത്തോടെ സഭയിലെത്താൻ ഉള്ള സാഹചര്യത്തിലാണ്. കാരണം അവർക്ക് നിരവധി വിഷയങ്ങൾ, ഭരണപക്ഷത്തെ മുൾമുറി നിർത്താൻ തക്ക വിഷയങ്ങൾ അവർക്ക് മുന്നിലുണ്ട്. അതുതന്നെ ഭരണകക്ഷി MLAയുടെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാക്കിയ തിരിച്ചടി സർക്കാരിനുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും പ്രതിപക്ഷം ഉന്നയിക്കും. നാളെ സഭാ സമ്മേളനം ആരംഭിക്കുമെങ്കിലും നാളെ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള ചരമോപചാരം മാത്രമാകും സഭയിൽ ഉണ്ടാവുക. തിങ്കളാഴ്ച മുതലാകും
സഭാ സമ്മേളനം ഒരു പൂർണ്ണ തോതിലേക്ക് വരിക, പൂർണ്ണ നടപടിക്രമങ്ങളിലേക്ക് മാറുക. അന്ന് ഈ മുഖ്യമന്ത്രിക്കെതിരായ അടിയന്തര പ്രമേയ നോട്ടീസ് അടക്കം പ്രതിപക്ഷം കൊണ്ടുവരും. അരുൺ, മറ്റൊന്ന് മുഖ്യമന്ത്രി ദ ഹിന്ദുവിന് അനുവദിച്ച അഭിമുഖത്തിലെ ആ പരാമർശം അത് വളരെ വിവാദമായി കത്തി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ കൂടി അവരുടെ അജണ്ടയിലേക്ക് വരുമോ, യോഗ അജണ്ടയിലേക്ക് വരുമോ? പ്രത്യേകിച്ചൊരു മറുപടി പറഞ്ഞിട്ടില്ല. PR ഏജൻസിയുമായി ബന്ധമുണ്ടോന്നോ അല്ലെങ്കിൽ അവർ മുഖ്യമന്ത്രിക്ക് എന്തിനാണ് PR, ഒരു മധ്യസ്ഥൻ എന്തിനാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നുവെങ്കിലും കൃത്യമായൊരു മറുപടി ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അജണ്ടയിൽ വരുമോ യോഗത്തിൽ? തീർച്ചയായിട്ടും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ PR ഏജൻസി വിവാദം ചർച്ചയ്ക്ക് വരാൻ തന്നെയാണ് സാധ്യത. കാരണം അതിന്റെ ഒരു രണ്ട് ഘടകങ്ങളാണ്. ഒന്ന്, രാഷ്ട്രീയമായി അത് ഉണ്ടാക്കുന്ന ഒരു തിരിച്ചടി. മലപ്പുറത്ത് VVN ഉയർത്തിയ വെല്ലുവിളിയുണ്ട്. അതിനിടയിലാണ് ഈ ഒരു പരാമർശം, മലപ്പുറം ജില്ലയെ ലക്ഷ്യമിട്ടുള്ള പരാമർശമാണ്, അപമാനിക്കുന്ന പരാമർശമെന്ന തരത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ വിഷയം ഉയർത്തിപ്പിടിച്ചത്. അതുകൊണ്ട് തന്നെ അത് രാഷ്ട്രീയ തിരിച്ചടിയാണ്. മറ്റൊന്ന്, PR ഏജൻസി മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ തരപ്പെടുത്താൻ ശ്രമിച്ചു. സാധാരണഗതിയിൽ പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ PR ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്, ആളുകൾക്കൊക്കെ വേണ്ടി PR ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഒരു തെറ്റു പറയാൻ കഴിയില്ല. പക്ഷേ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് അത്തരം ഒരു PR ഏജൻസി ഉണ്ടോ എന്ന കാര്യം ഇതുവരെയും അത് പരസ്യമാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇപ്പോൾ വിവാദം വന്ന ശേഷവും മറ്റേ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ വന്നു എന്നൊക്കെ പറയുമ്പോഴും PR ഏജൻസി ആണോ ഈ അഭിമുഖം തരപ്പെടുത്തി കൊടുത്തത് എന്ന കാര്യത്തിൽ അവരാണോ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പത്രത്തിന്റെ ലേഖികയോട് പറഞ്ഞത് എന്ന കാര്യമൊക്കെ സർക്കാർ വിശദീകരിച്ചിട്ടില്ല, മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടില്ല. സംസ്ഥാന സെക്രട്ടറിയുടെ വിഷയം ചർച്ചയ്ക്ക് വരും. സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനവും സാധാരണഗതിയിൽ ഉണ്ടാകുന്നതാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കും. മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനം ഇന്നുണ്ടാകാനുള്ള സാധ്യത പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഇന്ന് സർക്കാരിൽ നിന്നും CPM-ൽ നിന്നും അതുപോലെ CPI-യിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. അജിത് കുമാർ നടപടിയില്ലാതെ CPI-ക്ക് സംസ്ഥാന സെക്രട്ടറിക്ക് നിർവാഹക സമിതി യോഗത്തിൽ ചെല്ലാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് പാർട്ടി നേതാക്കളെ, അണികളെ വിശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ അവരോട് വിശദീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് CPI-യും ഇന്നത്തെ തീരുമാനങ്ങളെ അവർ നിർണായകമായി കാണുന്നത്. രാവിലെ 10 മണിക്ക് മന്ത്രിസഭാ യോഗം, 10 മണിക്ക് തന്നെ സംസ്ഥാന സെക്രട്ടറി CPM-ന്റെ ആരംഭിക്കും. 11 മണിയോടുകൂടി CPI-യുടെ നിർവാഹക സമിതി യോഗവും ആരംഭിക്കും. എന്തായാലും അരുൺ, ഒരു നല്ല ദിവസം ആശംസിക്കുന്ന ഒരു തിരക്ക് പിടിച്ച ദിവസമാണ് ഇന്ന് അല്ലേ? തിരുവനന്തപുരം ബ്യൂറോയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരക്കുള്ള ദിവസമാണ്. ഇതിനിടെ ഈ മന്ത്രിമാറ്റ ചർച്ചയുമായി ബന്ധപ്പെട്ട NCP നേതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. AK ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നാണ് PC ചാക്കോ പറയുന്നത്. പാർട്ടി തീരുമാനം അംഗീകരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിയിലാണ് ശശീന്ദ്രന്റെ പ്രതീക്ഷ. NCP മന്ത്രിയെ പിൻവലിച്ചാൽ പകരം മന്ത്രിയെ അനുവദിക്കണോ എന്ന് മുന്നണി തീരുമാനിക്കുമെന്നാണ് നേരത്തെ പിണറായി വിജയൻ NCP നേതാക്കളെ അറിയിച്ചത്. ഇന്നും അദ്ദേഹം ആ നിലപാട് ആവർത്തിച്ചാൽ ശശീന്ദ്രനെ മാറ്റാനുള്ള ചാക്കോ വിഭാഗത്തിന്റെ നീക്കം അത് പ്രതിസന്ധിയിലാകും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഹർജികളിൽ സംസ്ഥാന സർക്കാരും പ്രത്യേക അന്വേഷണ സംഘവും ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ മറുപടി നൽകും. സീൽ വെച്ച കവറിലാണ് സർക്കാരിന്റെയും SIT-യുടെയും സത്യവാങ്മൂലം. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, CS സുധ എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. റിപ്പോർട്ടിന്മേൽ ആരോപണ വിധേയരായവർക്കെതിരെ പ്രത്യേക പോലീസ് സംഘം കേസെടുത്ത് അന്വേഷിക്കണമെന്നും CBI അന്വേഷിക്കണം എന്നതും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് സംവിധായകൻ B ഉണ്ണികൃഷ്ണനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരും. വിനോദ മേഖലയിലെ ലൈംഗിക തൊഴിൽ ചൂഷണം തടയാനുള്ള നിയമനിർമ്മാണം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സംസ്ഥാന വനിതാ കമ്മീഷൻ ഹൈക്കോടതിക്ക് കൈമാറും. റിപ്പോർട്ടിൽ അതീവ ഗുരുതര കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രഥമ ദൃഷ്ട്യാ വിശദീകരിക്കുന്നുണ്ടെന്നായിരുന്നു കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി നിരീക്ഷിച്ചത്. CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മതാചാര പ്രകാരം സംസ്കരിക്കാൻ അനുമതി തേടി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മൃതദേഹം എംബാം ചെയ്ത് സൂക്ഷിക്കാനും പഠനാവശ്യത്തിനായി ഏറ്റെടുക്കാനുമുള്ള കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ തീരുമാനം റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും ആശുപത്രി സൂപ്രണ്ടിനുമെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നാണ് ഹർജിയിലെ വാദം. MM ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് ആണ് ഇത്തരത്തിൽ ഹർജി നൽകിയത്. അപ്പോൾ ഒരുപാട് വാർത്തകളും അതിഥികളും നമുക്ക് ബാക്കിയുണ്ട്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. ഈ പറഞ്ഞ
മോർണിംഗ് വൈബ്സിലേക്ക് വീണ്ടും അല്ലേ? അതെ. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വലിയ വിവാദം ഉണ്ടായത്, ഇന്നലെ വൈകുന്നേരത്തോടെ ഒരു വലിയ വിവാദം, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വിവാദം. അതെ, അർജുന്റെ വീട്ടുകാര് ലോറി ഉടമ മനാഫിനെതിരെ പരസ്യമായിട്ട് രംഗത്ത് വന്നു. മാധ്യമങ്ങളെ വിളിച്ചു തന്നെ അക്കാര്യം പറഞ്ഞു. ഇനി ദ്രോഹിക്കരുത് എന്നാണ് പറയുന്നത്. നമ്മൾ അവരെല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ പെട്ടെന്നൊരു ട്വിസ്റ്റ് അതിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ്, ആരെ വിശ്വസിക്കണം എന്നൊക്കെയുള്ള അല്ലെ ഒരു കാര്യം. പക്ഷേ തീർച്ചയായിട്ടും അർജുന്റെ ഫാമിലി ഇന്നലെ ഉന്നയിച്ച കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ വളരെ ശരിയാണ്. അർജുന്റെ പേരിൽ വൈകാരികത മുതലെടുക്കുന്നു മനാഫ് എന്നുള്ളതാണ്. അത് ഇനി അനുവദിക്കാൻ കഴിയില്ല. നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അർജുന്റെ കുടുംബം ഇന്നലെ പറഞ്ഞത്. അതായത് ഈ വ്യക്തിയും കുറച്ച് സംഘവും ഇവിടെ എത്തിയിരുന്നു. എന്നിട്ട് അപ്പം നമ്മൾ അവനൊരു സന്തോഷത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മളത് പിന്നെ ഏത് രീതിയിൽ അത് തിരസ്കരിക്കും. അത്ര ആൾക്കാർ വരുമ്പോൾ നമുക്കത് മാനസികമായിട്ട്, എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റു മാധ്യമങ്ങളിലും അത് ഓടി നടക്കുക. ഇന്ന വ്യക്തികൾ ഇത് പൈസ കൊടുത്തു. എത്രത്തോളം മ്ലേച്ഛമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ലോറി ഉടമ അല്ല തന്നത്, അദ്ദേഹത്തിന്റെ കൂടെ വന്ന കുറച്ച് ആൾക്കാരായിരുന്നു. 2000 രൂപയാണ് തന്നത്. ഇതെല്ലാം ഓപ്പൺ ആയിട്ട് പറയാൻ കാരണം ഇതിൽ കളങ്കമില്ല, ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. പിന്നെ അടുത്ത വിവാദം എന്ന് പറഞ്ഞാല് ഈ അർജുന്റെ ബൈക്ക് ഈ നാളുകളിൽ അവിടെ ഈ പറഞ്ഞ വ്യക്തിയുടെ വീടിനടുത്ത് ഒരു വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിരുന്നു. അത് പറഞ്ഞു. അപ്പോ അത് അർജുവേട്ടൻ പോകുന്നതിന്റെ കുറച്ച് മുന്നെയാണ് നന്നാക്കാൻ കൊടുത്തത്. പക്ഷെ ഇപ്പോ അത് അർജുവേട്ടൻ നന്നാക്കാൻ കൊടുത്ത് അവരുടെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്കുക. അതായത് ആ വ്യക്തിയാണ് ഇതെല്ലാം നന്നാക്കിയെടുത്ത് ഇതൊരു യൂട്യൂബ് ചാനൽ വന്നതാണ്. അർജുന്റെ ബൈക്ക് പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മനാഫ്ക എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ വന്നതാണ്. ഇതിങ്ങനെ സ്പ്രെഡ് ആകുക. അപ്പോ എല്ലാവരും പറയുന്നത് വെച്ചാല് നമ്മള് പൈസ കൊടുത്ത് നന്നാക്കിയ വണ്ടിയാണ്. ഇത് ഈ ജൂലൈ 10 നന്നാക്കിച്ച വണ്ടിയാണ്. ഈ സംഭവം നടക്കുന്നതിന്റെ എത്ര മുന്നേ നടന്ന സംഭവമാണ്. ഞാൻ ഇന്നിപ്പം പണിക്ക് പോയി വന്നതാണ്. പക്ഷെ എനിക്ക് ഒരു ആൾക്കാരെ മുന്നിൽ ഫേസ് ചെയ്യാനൊക്കെ ഒരു ചടപ്പായിട്ട് തിരികെ വന്നതാണ്. അപ്പൊ ഈ ബൈക്കിന്റെ കാര്യം ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വൈകാരികത ചൂഷണം ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന നമുക്ക് ഇത്രയും ആവശ്യപ്പെടാനുള്ളൂ. അദ്ദേഹത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ അർജുന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനിയും ആ നടപടിയും ആണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും. ഇനിയും പ്രതികരിക്കേണ്ടി വരും. ഈ രീതിയിലല്ല, ശക്തമായിട്ട് തന്നെ ഇനിയും പ്രതികരിക്കേണ്ടി വരും. ഈ കുടുംബത്തിന്റെ വലിയ ആരോപണത്തിന് പിന്നാലെ മാധ്യമങ്ങൾ മനാഫിനെ പ്രതികരണം തേടി. അപ്പോൾ മനാഫ് പറഞ്ഞത്, ഞാൻ നടുറോഡിൽ നിൽക്കാം, എന്നെ കല്ലെറിഞ്ഞു കൊന്നോളൂ, പണം വാങ്ങി. അതെ, കല്ലെറിഞ്ഞു കൊന്നോളൂ എന്നാണ് മനാഫ് പറയുന്നത്. ആ കുടുംബത്തിനെ ആരോ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നൊക്കെ മനാഫ് പറയുന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തനിക്ക് വേണ്ടിയാണ്. അതിലെന്താണ് തെറ്റ്? അതിലൊരു യൂട്യൂബ് ചാനൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ അതിലെ ഇപ്പോൾ അവർ ഉന്നയിച്ചത് ആ വൈകാരികതയെ ചൂഷണം ചെയ്യുന്ന തരത്തിൽ അതിന് ഉപയോഗിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പുതിയ ലോറിക്ക് അർജുൻ എന്ന് തന്നെ താൻ പേരിടും എന്നാണ് ഉറപ്പിച്ചു പറഞ്ഞത്. ആ അർജുന്റെ ഫാമിലി ആയിട്ട് ഞാൻ ഇന്നും കാണുന്നുണ്ട്. ഓർക്കൊരു ബുദ്ധിമുട്ട്, ഓരിപ്പോ എന്തെങ്കിലും ഒരു ബുദ്ധിമോശത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, നോ പ്രോബ്ലം. ഓല് ഇതിന് മുമ്പ് എന്നോട് പേഴ്സണലായിട്ടും പല പ്രാവശ്യം പറഞ്ഞതാണ്. ഞാനതൊന്നും കാണില്ല. എനിക്ക് അതിൽ ഓരോ ഒഴിവാക്കാനൊന്നും കഴിയില്ല. ഞാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ ഓർക്ക് ഇനി ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി തീർച്ചയായിട്ടും ഓരോ കൂടെ ഉണ്ടാവും. അത് ഓരത് മാത്രമല്ല, ഞാൻ എന്റെ ഏത് ജോലിക്കാരെ കൂടി എന്താണോ ഞാൻ ഉദ്ദേശിക്കുന്നത് അതന്നെ ഞാൻ ചെയ്യൂ. എനിക്ക് അമ്മയുടെ ആരോഗ്യ പ്രശ്നം കണക്കിലെടുക്കാതെ അങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടും ആ ലൈവ് യൂട്യൂബിൽ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഏത് ലൈവ്? അമ്മയുമായിട്ട് ഒരു അഭിമുഖം ചെയ്യുവാനും ചെയ്തിരുന്നു. ഞാനോ? ഇല്ല. യൂട്യൂബ് ചാനൽ എന്റെ യൂട്യൂബ് ചാനൽ ഏതായാലും മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ലോറിയുടെ അമ്മ മനാഫ് എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. അതിൽ കയറി നോക്കിയോളൂ, ഞാനും അമ്മയും തമ്മിൽ എന്താ അഭിമുഖം നടന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഇത് ഏത് സമയത്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്? അതിപ്പോ ഈ ഒരു 10-20 ദിവസം മുമ്പേ ഇഷ്യൂ ഉണ്ടായ ശേഷം. എന്താ യൂട്യൂബ് ചാനൽ എന്ത് വലിയ തെറ്റാണോ? ശ്രുതി, ഈ വിവാദം ഉണ്ടാകുന്ന സമയത്ത്, അതായത് കുടുംബം പ്രതികരണമൊക്കെ നടത്തുന്ന സമയത്ത് 17,000-20,000 താഴെയായിരുന്നു സബ്സ്ക്രൈബേഴ്സ്. ഇപ്പോൾ 1,11,000 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അതെല്ലാവരും എടുത്ത് നോക്കുമല്ലോ, എന്തൊക്കെയാണ് ഇദ്ദേഹം ചെയ്തത്, ആര് പറയുന്നതാണ് ശരി എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ലോറി ഉടമ മനാഫ് എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. അപ്പോൾ 1.11 lakh സബ്സ്ക്രൈബേഴ്സ്
എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത്. കുറെ ആളുകൾ ഈ മനാഫിന് ഒപ്പമുണ്ട്, മനാഫ് ചെയ്തത് വലിയ കാര്യമാണ് എന്ന് പറയുന്നു, ഇപ്പൊ തള്ളി പറയുന്നു കുടുംബം എന്നുള്ള രീതിയിൽ പറയുന്നു. നമുക്ക് ഈ പറയുന്നത് നമുക്ക് രണ്ടുപേരെയും ഒന്നും പറയാൻ കഴിയില്ല. എന്താണ് അവരുടെ എന്താണ് ഭരിക്കുന്നത് എന്ന് നമുക്ക് കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും. എന്തായാലും അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അനീഷ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു വിവാദം അത് അർജുന്റെ പേരിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമമാണ്. കാരണം നമ്മൾ അത്രത്തോളം കൂടെ നിന്ന ഒരു കുടുംബമാണ്, അവരിങ്ങനെ ഒരു വിഷമം പങ്കുവെക്കുന്നു. അതേസമയം മറുവശത്ത് മനാഫും അദ്ദേഹത്തിന്റെ വിഷമങ്ങളും പങ്കുവെക്കുന്നുണ്ട്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ കുടുംബം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് അവരെ എത്തിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ആ കുടുംബം കേരളത്തിന്റെ കുടുംബം എന്ന രീതിയിൽ ജനം ഏറ്റെടുത്താണ്. ഒപ്പം മനാഫിനെയും ഈ മറ്റ് ഭിന്നതകൾക്കൊക്കെ അപ്പുറം മനുഷ്യനൊരു ദുരന്ത കാലത്ത് എങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കാം എന്നും ബോധ്യപ്പെടുത്തിയ ഒരു ആൾ കൂടിയാണ്. ഇക്കാര്യം നമ്മുടെ കാസർഗോഡ് റിപ്പോർട്ടറും മറ്റുമൊക്കെ അവിടെ പൂർണ്ണ സമയം ഉണ്ടായിരുന്ന കെ.വി. ബൈജു പോലും സാക്ഷ്യപ്പെടുന്നതാണ്. ഇത് രണ്ട് കൂട്ടരും ഒരേ രീതിയിൽ നിന്നാണ് അവിടെ പ്രവർത്തനങ്ങൾ ഏകോപിച്ചത്. എന്നാൽ ഇതിനുശേഷം ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇരു കൂട്ടരും രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറുന്നു. അതിൽ ഫണ്ട് തട്ടിപ്പടക്കമുള്ള ആരോപണങ്ങൾ, അല്ലെങ്കിൽ ഫണ്ട് പിരിച്ചെടുക്കുന്നു, ഒപ്പം തന്റെ പ്രചാരണത്തിന് വേണ്ടി യൂട്യൂബ് ചാനൽ ഉപയോഗിച്ച് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നടക്കമുള്ള ചില ആരോപണങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ എന്തായാലും ഈ ആരോപണം വന്ന ശേഷം ഈ മനാഫിന്റെ യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രിപ്ഷൻ കുതിച്ചു വരുന്ന കാഴ്ച ഓരോ മണിക്കൂറിലും 10,000 വെച്ചെത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇന്നലെ ഈ വിവാദം തുടങ്ങുന്ന സമയത്ത് കേവലം 9,000 സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് ഈ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 1,10,000 ഈ നിമിഷം എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം സമൂഹ മാധ്യമങ്ങളിലും ഇരുപക്ഷത്തെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ആളുകൾ രംഗത്തെത്തി. അതായത് രണ്ട് പക്ഷത്തെയും ഒരേപോലെ പുകഴ്ത്തിയിരുന്ന ആളുകൾ ഇവർക്കെതിരെ രംഗത്തെത്തുന്ന ഒരു അസാധാരണ സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഈ പ്രശ്നങ്ങൾ ഇരു കൂട്ടരും രമ്യമായി പറഞ്ഞ് ഒരു പരിഹാരം ഉണ്ടാക്കാം, അല്ലെങ്കിൽ മധ്യസ്ഥരും മറ്റുമൊക്കെ ഇടപെട്ടൊരു പോംവഴി ഉണ്ടാക്കാം എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും കടുത്ത ഒരു നിലപാടുകളിലേക്ക് ഇനി ഇരു കൂട്ടരും പോയില്ലെന്ന് തന്നെ നമുക്ക് കരുതാം. അനീഷ്, ഇപ്പോൾ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ വാർത്ത എടുക്കുമ്പോൾ 1,11,000 ഇപ്പോൾ 1,12,000. അതാണ്, ഓരോരുത്തരും അതിലേക്ക് കൂടുതലായി പോകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് അദ്ദേഹം ചോദിച്ച അദ്ദേഹത്തിന്റെ ഒരു പ്രൈവസി എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, അല്ലെങ്കിൽ എന്റെ ലോറിക്ക് അർജുൻ എന്ന് പേരിടുന്നു എന്നൊക്കെ പറയുന്നത് പുള്ളിയുടെ സ്വകാര്യ കാര്യങ്ങളാണ്. പക്ഷെ അവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ഫണ്ട് പിരിവ് പറയുന്നുണ്ട് അല്ലേ അനീഷ്? തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ സാഹചര്യം തന്നെ അർജുനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കുന്നതായിരുന്നു. ഈ തന്റെ യൂട്യൂബ് ചാനൽ മാത്രമല്ല, താൻ ലഭ്യമായ എല്ലാ യൂട്യൂബ് ചാനലുകൾ വഴിയും അർജുന്റെ വിവരം പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. കാരണം എന്ത് വഴിയും താൻ സ്വീകരിക്കുമെന്നൊരു നിലയിലായിരുന്നു, അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് താൻ പോയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് യൂട്യൂബ് ചാനലിൽ ഇടുന്ന കണ്ടന്റ്, അല്ലെങ്കിൽ ഈ പേരിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നതുകൊണ്ട് അദ്ദേഹത്തെ തള്ളിക്കളയാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ അതുകൊണ്ട് റദ്ദാക്കപ്പെടുന്നില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നത്. ഫണ്ട് പിരിവ് അദ്ദേഹം 1 രൂപ പോലും പിരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ആണയിട്ട് പറയുന്നു. കാരണം താരതമ്യേന സമ്പന്നനായ ഒരു ഉടമയാണ്, ലോറി ഉടമയാണ് അയാൾക്ക് വീട്ടിൽ വലിയ ആഡംബര വാഹനങ്ങളുണ്ട്, തടി മില്ലുണ്ട്, ലോറികളുണ്ട്. അദ്ദേഹം അങ്ങനെ തന്നെയാണല്ലേ പറഞ്ഞത് അനീഷ്? ഞാനൊരു മുതലാളിയാണെന്നാണ് പറഞ്ഞത്. തീർച്ചയായും അദ്ദേഹം ഒരു മുതലാളിയാണ് തന്നെയാണ് പറഞ്ഞത്. ഒപ്പം താരതമ്യേന മികച്ച സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ കൂടിയാണ് മനാഫ്. ഈ മനാഫിന്റെ പല വാഹനങ്ങളുമാണ് ശിരൂരൊക്കെ കിടന്ന് ഓടുകയും മറ്റുമൊക്കെ ചെയ്ത് വീട്ടിലും വാഹനങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. അതുകൊണ്ടും തീരെ സാമ്പത്തിക നിവൃത്തി ഇല്ലാതെ, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് പെട്ടെന്ന് ഒരു വരുമാനം ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ചെറിയ ഈഗോകൾ അവിടെയും ഇവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഈ പ്രശ്നത്തോടുകൂടി വലിയ പ്രശസ്തിയിലേക്ക് മനാഫ് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നാട് നീളെ മനാഫിന് സ്വീകരണങ്ങൾ നൽകുന്നു. മിനിയാന്നൊരു സ്വീകരണം ഉണ്ടായിരുന്നു, ഇന്നലെ ഒരു സ്വീകരണമുണ്ട്, ഇന്നൊരു സ്വീകരണമുണ്ട്. അങ്ങനെ നാട് നീളെ സ്വീകരണങ്ങൾ നിൽക്കുന്നു. ഈ ശിരൂർ ദൗത്യത്തിന്റെ മൊത്തം ക്രെഡിറ്റ് മനാഫിലേക്ക് പോരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുടുംബത്തിന് സംശയം തോന്നി കാണാം, ഒരുപാട് ഫണ്ട് എത്തുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇനി കുടുംബത്തിന്റെ കയ്യിൽ ഈ ഫണ്ട് കിട്ടിയതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് നമുക്കറിയില്ല. അവരത് പുറത്തു വിടാം എന്ന് പറഞ്ഞു, പക്ഷേ ഇന്നലെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്തരത്തിൽ ഇരു വിഭാഗങ്ങൾക്കുമിടയിൽ എന്തൊക്കെയോ കാര്യമായ ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. എന്തായാലും പല ആളുകളും രണ്ട് തരത്തിൽ ചേരിതിരിഞ്ഞ് ഇരുപക്ഷത്തിനൊപ്പം നിലയുറപ്പിക്കുന്ന കാഴ്ചയുണ്ട്. എന്തായാലും ഈ കാഴ്ച വളരെ മോശമായ കാഴ്ചയാണ്. കാരണം കേരള സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് ഒരു ദൗത്യം വിജയിപ്പിച്ചെടുത്താണ്. അതിന് പിന്നാലെ ആ മരണത്തിന്റെ മുറിവുണങ്ങും മുമ്പേ ഇത്തരത്തിൽ ഒരു ഏറ്റുമുട്ടൽ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഉണ്ടായത് നിർഭാഗ്യകരം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ.
MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അനീഷൊക്കെ അവിടെ വീട്ടിൽ പോയി റിപ്പോർട്ട് ചെയ്ത ആളെന്ന നിലയ്ക്ക് അനീഷ് പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടെങ്കിൽ അല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. കാരണം അതിലൊരു വലിയ കാര്യമുണ്ട്. നമ്മൾ ഈ മലയാളികളെ അത്രമാത്രം പ്രതിസന്ധിയിൽ ആ കുടുംബത്തൊപ്പം നിൽക്കുകയും എല്ലാവർക്കൊപ്പം ചേർന്ന് അർജുൻ എന്ന ഒറ്റൊരു പ്ലാറ്റ്ഫോം, അതൊരു വലിയ ഐക്യപ്പെടലിന്റെ പ്ലാറ്റ്ഫോമായിരുന്നു. അതെ, ആ ഐക്യം നിങ്ങൾ വീണ്ടും തകർക്കരുത് എന്നുള്ള രണ്ടുപേരും അല്ലെ, രണ്ട് പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും. ഇനി മറ്റൊരു തർക്കത്തിലേക്കാണ് പോകുന്നത്. അതായത് നെഹ്റു ട്രോഫി വള്ളംകളി അതിന്റെ ഫലനിർണ്ണയം വലിയ തർക്കത്തിലേക്കാണ് നയിച്ചത്. അതിൽ അപ്പീൽ ജൂറിയുടെ യോഗം ഇന്ന് നടക്കുകയാണ്. കളക്ടർ പങ്കെടുക്കുന്ന യോഗത്തിൽ പരാതി സാങ്കേതികമായി പരിശോധിക്കും. പരാതിക്കാരായ ക്ലബ്ബുകളെയും ചുണ്ടൻവള്ള സമിതിക്കാരെയും കേൾക്കുന്ന സമിതി വിധികർത്താക്കളെയും വിളിച്ചു വരുത്തും. ഫൈനലിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമിതി പരിശോധിക്കും. നമ്മൾ 70ാമത് നെഹ്റു ട്രോഫി ബോട്ട് റേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിന്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്ത പരാതികളൊക്കെ വന്നിരുന്നു. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഫോട്ടോ ഫിനിഷിന്റെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഈ തീരുമാനങ്ങൾ എടുത്തത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പരാതികൾ നമ്മൾ നിലവിൽ നമുക്കുള്ള സംവിധാനം അപ്പീൽ ജൂറി കമ്മിറ്റിയുണ്ട്. നമ്മുടെ നിയമാവലി അനുസരിച്ച് 3 മണിക്ക് ആ കമ്മിറ്റി വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ കമ്മിറ്റിയിൽ നമ്മൾ ആ ജൂറിയിൽ ഉള്ള ആൾക്കാർ ഇതിനായിട്ട് ബന്ധപ്പെട്ട് ഈ 2 ഭാഗം നമ്മുടെ നടുഭാഗം തൊട്ടുൾപ്പെടെ നമ്മുടെ വില്ലേജ് ബോട്ട് ഉൾപ്പെടെയുള്ള 2 ബോട്ട് ക്ലബ്ബുകളുടെയും പ്രതിനിധികളെ വിളിച്ച് സംസാരിക്കുകയും ഇവിടെ ആക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവർക്കുള്ള മൊഴിയിൽ രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ 2 ആക്ഷേപം വന്നിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിനെ പറ്റി ആക്ഷേപമാണ്. നിർമ്മാണത്തിൻ്റെ പറഞ്ഞേക്കുന്നത് സ്റ്റാർട്ടിങ്ങിനെ പറ്റി ആക്ഷേപമാണ്. അതോടൊപ്പം തന്നെ ഫിനിഷിങ്ങിനെ പറ്റി ആണ് നമ്മുടെ മറ്റ് വിഷയങ്ങളുള്ളത്. അപ്പോൾ ഇത് രണ്ടും സ്റ്റാർട്ടേഴ്സിനെ ഉൾപ്പെടെ ജഡ്ജസിനെ ഉൾപ്പെടെ ടീമിനെ കേട്ടതിന് ശേഷം നമ്മുടെ വിഷ്വൽസൂടെ പരിശോധിച്ച് തീരുമാനമെടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കളക്ടറുടെ പ്രതികരണമാണ് കണ്ടത്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ശരണ്യ, അത് ആവേശം ഗംഭീരാവേശമായിരുന്നു. പക്ഷേ അതിനേക്കാൾ വലിയ തർക്കത്തിലേക്കാണ്, മത്സരത്തെക്കാൾ വലിയ തർക്കത്തിലേക്കാണ് കാര്യങ്ങൾ ഏറ്റവും ഒടുവിൽ പോയത്. എനിക്ക് തോന്നുന്നു ലൈവില് ഞാനും ശരണ്യ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായിരുന്നു ആരാണ് ജയിച്ചത്. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിലുള്ള പ്രകടനമായിരുന്നു രണ്ടുപേരും കാഴ്ചവെച്ചത്. അത് ഇത്രത്തോളം വലിയ തർക്കത്തിലേക്ക് എത്തുമെന്ന് ഞങ്ങൾ അന്നേരം ആ സമയത്ത് കരുതിയിരുന്നില്ല, അല്ലേ ശരണ്യ? ഗുഡ് മോർണിംഗ് എൽദോ, അശ്വതി. തീർച്ചയായിട്ടും ഏറ്റവും ആവേശകരമായ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആവേശകരമായ മത്സരമായിരുന്നു 70ാമത് നെഹ്റു ട്രോഫി ജലമേളയുടേത്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് ആരാണ് വിജയിച്ചതെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്തത്ര മനോഹരമായൊരു ഫിനിഷിംഗ് ആയിരുന്നു എല്ലാ വള്ളങ്ങളും ആ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നടുഭാഗവും വിയ്യപുരവും കാരിച്ചാലും ഒപ്പത്തിനൊപ്പം തുഴഞ്ഞു കയറുന്ന ദൃശ്യം. ഒരു ഘട്ടം വരെയും വിയ്യപുരം ഈ 3 വള്ളങ്ങളും ഒരേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിരുന്നു. പിന്നീട് ഫിനിഷിംഗ് ലൈനിലേക്ക് വരുമ്പോൾ കാരിച്ചാലിനും ഒപ്പം തന്നെ വിയ്യപുരത്തിനും അല്പം മുന്നേറ്റം ഉണ്ടാകുന്നു. അവർ മുന്നിലേക്ക് കയറുന്നു. പക്ഷെ ആര് ജയിച്ചു എന്ന് നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വിജയമായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ വളരെ കൃത്യതയാർന്ന ഒരു സംവിധാനമാണ് ഇത്തരത്തിൽ മൂല്യനിർണ്ണയത്തിന് അല്ലെങ്കിൽ വിജയികളെ നിർണ്ണയിക്കുന്നതിനായി ഉപയോഗിക്കുന്നതെന്നാണ് ജില്ലാ ഭരണകൂടവും NDBR-ഉം അവകാശപ്പെടുന്നത്. ഇൻഫ്രാറെഡ് രശ്മികൾ പതിക്കുമ്പോൾ, അതായത് വള്ളം കടന്നു പോകുന്ന സമയത്ത് ഇൻഫ്രാറെഡ് രശ്മികൾ പതിക്കുന്നതിന്റെ സമയക്രമം അനുസരിച്ചിട്ടാണ് ഇത്തരത്തിൽ ആ ഒരു സമയം നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ആദ്യഘട്ടം മുതൽ തന്നെ നമുക്കറിയാം 4.29.785 മൈക്രോ സെക്കൻഡുകളാണ് കാരിച്ചാൽ ചുണ്ടനായി രേഖപ്പെടുത്തിയത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ കാരിച്ചാൽ ചുണ്ടനായിരുന്നു ഈ വള്ളംകളിയിൽ 70ാമത് നെഹ്റു ട്രോഫി ജലവേളയിൽ 5ാമതും ചരിത്ര നേട്ടം കുറിച്ചുകൊണ്ട് തുടർച്ചയായി 5 തവണ വിജയം കൈവരിക്കുന്ന വള്ളവും ക്ലബ്ബായി PBC വരികയും ഒപ്പം തന്നെ കാരിച്ചാൽ 1ാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ നിന്നും വെറും 5 മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ, അതായത് 4.29.790 എന്ന 5 മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസം വിയ്യപുരം ചുണ്ടനുണ്ടാവുകയും കാരിച്ചാലിനെ വിജയികളായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ 5 മൈക്രോ സെക്കൻഡ് കണക്കാക്കിയതിനെ സംബന്ധിച്ചുള്ള തർക്കമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നമുക്ക് വിയ്യപുരത്തിന്റെ അവകാശവാദം ആദ്യം മോണിറ്ററിൽ തെളിഞ്ഞ ഫലത്തിൽ 4.29.78 എന്നുള്ള ഈ ഒരു 5 മില്ലി സെക്കൻഡുള്ള വ്യത്യാസം ഇല്ലായിരുന്നു. ഒരേപോലെ തന്നെയാണ് ഫലം കാണിച്ചത്. അതിനുശേഷം 10 മിനിറ്റിനുള്ളിൽ തന്നെ എങ്ങനെയാണ് ഈ ഫലം മാറി മറിഞ്ഞത് എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിച്ചത്. നെഹ്റു പവലിയൻ തന്നെ പ്രതിഷേധമുണ്ടായി. പിന്നീട് പോലീസിന് ലാത്തി ചാർജൊക്കെ നടത്തേണ്ട സാഹചര്യത്തിലേക്ക്
കാര്യങ്ങൾ എത്തിയിരുന്നു. തൊട്ട് പിറ്റേ ദിവസം തന്നെ നടുഭാഗം ചുണ്ടനും കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ നടുഭാഗം ചുണ്ടനും ആരോപണവുമായി രംഗത്തെത്തി. സ്റ്റാർട്ടിങ്ങിൽ വലിയ പിഴവുണ്ടായിരുന്നു. സ്റ്റാർട്ടിംഗ് സമയത്ത് തങ്ങൾക്കെതിരായി കുറുകെ ഒരു ബോട്ട് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ദൃശ്യങ്ങൾ സഹിതം നൽകി അവർ ആരോപണം ഉന്നയിച്ചു. പള്ളാത്തുരുത്തി ഉപയോഗിച്ച തുഴകളെ സംബന്ധിച്ചും ആക്ഷേപമുയർന്നു. പനംതുഴകൾക്ക് പകരം ഉപയോഗിച്ചത് തടിത്തുഴകളും ഇരുമ്പ് തുഴകളുമാണെന്നൊക്കെയുള്ള ആക്ഷേപമൊക്കെ നിലനിൽക്കുന്നു. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയി അവസാനിച്ച ഒരു ജലമേള വലിയ തർക്കത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശരിക്കും വിയപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ പരാജയം ഒരു വിജയത്തിന് തുല്യമായ ഒരു പരാജയമായിരുന്നു. അത്ര ചെറിയ 5 മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ എന്നുള്ള ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ അവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് 2 വള്ളങ്ങൾക്ക് തർക്കമുണ്ട്. കാരിച്ചാലിന്റെ വിജയത്തെ സംബന്ധിച്ച് അത് നടുഭാഗത്തിനും ഒപ്പം തന്നെ വിയപുരത്തിനുമാണ്. വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരിയാണ് വിയപുരം വള്ളം തുഴഞ്ഞത്. എന്തായാലും ഇന്ന് ഇത് ഒരു അപ്പീൽ ജൂറിയുടെ മുന്നിലേക്ക് ഈ തർക്കം വരുന്നു എന്നുള്ളതാണ്. വൈകിട്ട് 3 മണിക്ക് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ NDPR അംഗങ്ങൾ ഒപ്പം തന്നെ ഇതിന്റെ വിജയികളെ നിർണയിച്ച ജഡ്ജസ്മാരടക്കമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതിന്റെ ശാസ്ത്രീയമായ രേഖകൾ അവർ പരിശോധിക്കും. ഒപ്പം തന്നെ വള്ളം ഫിനിഷ് ചെയ്യുന്ന ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും ഇതിനകത്ത് ഒരു തീരുമാനത്തിലേക്ക് പോവുക. പക്ഷേ അന്തിമ തീരുമാനമാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ അപ്പീൽ ജൂറിയുടെ തീരുമാനത്തിലേക്ക് പോയതിനു ശേഷം, അതായത് ജൂറിയുടെ തീരുമാനം എന്താണ് അത് അറിഞ്ഞ ശേഷം തങ്ങൾ കോടതിയിലേക്ക് പോകും എന്നുള്ളത് വിയപുരവും ഒപ്പം തന്നെ കൈനഗിരി ബോട്ട് ക്ലബ്ബും VBC കൈനഗിരിയും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മറ്റൊരു കാര്യം, ഈ അപ്പലേറ്റ് ബോഡിയിൽ ഒരു തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സാധ്യതയുണ്ടോ VBCക്ക്? VBC ഉന്നയിച്ച മറ്റ് 2 കാര്യം കൂടിയാണ്. ഒന്ന്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കറക്റ്റായിട്ട് റിലീസ് ചെയ്തില്ല അവരെ എന്നുള്ള ആരോപണം. 2, പിന്നെ കാരിച്ചാൽ തുഴഞ്ഞതിൽ ഇരുമ്പ് കൊണ്ടുള്ള തുഴയുണ്ടായിരുന്നു. തുഴയ്ക്ക് സാധാരണ പന തുഴയ്ക്ക് പകരം ഇരുമ്പ് കൊണ്ടുള്ള തുഴയും ഒക്കെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് ഒരുപാട് വിഷ്വൽസ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ അപ്പലേറ്റ് ബോഡിക്ക് മുന്നിൽ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും അതെല്ലാം വരും. കാരണം എൽദോ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിനെ സംബന്ധിച്ച പിഴവ് ആരോപിച്ചത് VBC അല്ല, മറിച്ച് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ നടുഭാഗം ചുണ്ടനാണ് സ്റ്റാർട്ടിങ് സംബന്ധിച്ചത്. അതായത് അവര് സ്റ്റാർട്ട് ചെയ്യരുത് എന്ന് ഈ ജഡ്ജ് ഇവരെ കാണിച്ചിട്ടും സ്റ്റാർട്ടിംഗ് ലൈനിലുള്ളവരെ കാണിച്ചിട്ടും ആ ബോട്ട് അവരുടെ സഞ്ചാരത്തിന് തടസ്സമാകുന്ന രീതിയിൽ ഒരു ബോട്ട് കടന്നു വരുന്നുണ്ട് എന്നത് അറിയിച്ചിട്ട് പോലും അത് പരിഗണിക്കാതെ ആ സ്റ്റാർട്ടിംഗ് അപ്പോൾ തന്നെ കൊടുത്തു എന്നുള്ള ആക്ഷേപമാണ് നടുഭാഗം ഉന്നയിക്കുന്നത്. ഒപ്പം തുഴകളെ സംബന്ധിച്ചും ടൈമിങ്ങിൽ കൃത്രിമത്വം കാണിച്ചു എന്നുള്ള ആരോപണം. അതായത് ഒരേപോലെ വന്ന ടൈം പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് മാറി മറിഞ്ഞ് അടുത്ത ഇത് വരുന്നു എന്നുള്ളത്. കാരണം എല്ലാ പ്രാവശ്യവും നെഹ്റു ട്രോഫിയെ സംബന്ധിച്ച് പലപ്പോഴും തർക്കം ഉണ്ടാകാറുണ്ട്. ആ തർക്കത്തിൽ വലിയ വിശദമായ ചർച്ച നടത്തി ഫലം പ്രഖ്യാപിക്കുമ്പോൾ 2 കൂട്ടരെയും ബോധ്യപ്പെടുത്തിയ ശേഷമാണ് ഒരു ഫലം പ്രഖ്യാപനം ഉണ്ടാകുന്നത്. പക്ഷെ ഇത് വളരെ വേഗത്തിലായിപ്പോയി. അല്ലെങ്കിൽ പരാജയപ്പെട്ട വളരെ മൈക്രോ സെക്കൻഡുകളുടെ വിജയത്തിന് തുല്യമായ പരാജയത്തിലേക്ക് എത്തിയ ക്ലബിനെ എന്തുകൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടു, ഇതിലേക്ക് ഈ കണക്കുകൾ എന്താണ് ആദ്യം വന്ന വ്യത്യാസം എന്നുള്ളത് ബോധ്യപ്പെടുത്താനായി ഈ സമിതിക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വലിയ പ്രതിഷേധമായി മാറി. നമുക്കറിയാം, ഓരോ ക്ലബ്ബുകൾക്കും കൃത്യമായ ആരാധകരുള്ള ഒരു മേളയാണ്, ഒരു മത്സര ഇനമാണ് നെഹ്റു ട്രോഫി ജലമേള. അതുകൊണ്ട് തന്നെ നവമാധ്യമങ്ങളിലടക്കം വിജയികളും കപ്പിനും ചുണ്ടിനും ഇടയിൽ നിന്ന് പോലും പറയാൻ പറ്റില്ല. കപ്പ് അകത്തേക്ക് പോയി, പക്ഷെ ചായ കുടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള അവസ്ഥയിലാണ് വിയപുരം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നവമാധ്യമങ്ങളിലടക്കം ഇരു ഗ്രൂപ്പുകളും തർക്കങ്ങളും വലിയ കാര്യങ്ങളുമായി വലിയ വെല്ലുവിളികളും ഒക്കെയായി പോകുന്നുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപ്പലേറ്റ് ജൂറിയുടെ ഒരു തീരുമാനം അത് വളരെ പ്രധാനപ്പെട്ട തീരുമാനമായിരിക്കും. അതിനപ്പുറത്തേക്ക് കോടതിയിൽ പോയി എത്രമാത്രം അത് വിജയിക്കാൻ കഴിയുമെന്നുള്ള കാര്യം സംശയമാണ്. അതാണ് പ്രധാനപ്പെട്ടത്. ഈ ഒരു അപ്പലേറ്റ് ബോഡി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതൊക്കെ കോടതിയും ആ ഒരു തീരുമാനത്തെ മാനിക്കും, ഗൗരവത്തിലെടുക്കും എന്നുള്ളതാണ്. ശരി ശരണ്യ, എന്തായാലും ചായ കുടിക്കട്ടെ. അതെ, ശരണ്യ ഒരു ചായ കുടിക്കട്ടെ. ശരണ്യ ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. നമ്മളിനി അതിഥിയിലേക്ക് പോവുകയാണ് അല്ലെ. ഇങ്ങനെ ഒരു അഴകുടഞ്ചൻ പറച്ചിൽ പറഞ്ഞ ആ അതിഥിയിലേക്ക് പോകാൻ പറ്റില്ല. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു അതിഥിയാണ് നമുക്കൊപ്പം ഇന്നുള്ളത്. അതായത് മകളുടെ കല്യാണ വേദിയിൽ മക്കൾക്കൊപ്പം ഒപ്പം കൂട്ടുകാർക്കൊപ്പം അല്ലെ തകർപ്പൻ ഡാൻസ് കളിക്കുന്ന ഒരു അച്ഛനെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ. ആ സോഷ്യൽ മീഡിയയിൽ ലാലു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരുപാട് ആരാധകരുണ്ട്. ഒരുപാട് ആരാധകർ എന്ന് പറഞ്ഞാൽ വലിയ ആരാധകർ എന്താ. അപ്പൊ ആ വൈറൽ ലാലുവാണ് അച്ഛൻ, വൈറൽ അച്ഛൻ അല്ലേ. വൈറൽ അച്ഛനാണ് നമുക്കൊപ്പം ഇന്ന് മോർണിംഗ് ഷോയിൽ അതിഥിയായിട്ട് ചേരുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് കാണാത്തവർക്കായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ആ ക്യാമറാമാന് പിന്നെ എന്ത് ചെയ്യണോന്ന് അറിയാൻ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചരിക്കുന്നുണ്ടായിരുന്നു. അതായത് നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഞാൻ കാര്യം ലാലുവിന് അച്ഛൻ വൈറൽ അച്ഛൻ എന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര പ്രായം തോന്നുന്നു ആ പേരില്.
ആക്ച്വലി പ്രായം ചോദിക്കാൻ തെറ്റാണ്, എങ്കിലും ചെറുപ്പക്കാരുടെ ഒരു ലുക്കാണല്ലോ. ആ ചെറുപ്പക്കാരൻ തന്നെയാണ്. എത്ര വയസ്സുണ്ട് എന്നാലും? 47. എനിക്ക് വയ്യ. അടിപൊളി. 47 വയസ്സിൽ മോളെ കെട്ടിച്ചു. അത് മാത്രമല്ല ആ സ്റ്റേജിൽ കയറിയ ഒരു ഗംഭീര പെർഫോമൻസും. എന്താ എങ്ങനെയാണ് ഈ ഒരു റെസ്പോൺസ് ഒക്കെ കിട്ടുന്നത്? അത് പണ്ട് കളിച്ചിരുന്നതാണ്, ഒരു ഗ്രൂപ്പുകളിൽ കളിച്ചിരുന്നതാണ്. 10-15 കളിയൊക്കെ നിർത്തിച്ചാണ്. നിർത്തിച്ചാണെന്ന് പറഞ്ഞ ആരാ നിർത്തിച്ചേ? സത്യം പറഞ്ഞോ? ഞങ്ങൾക്കൊരു എന്റെ കൂട്ടുകാരൻ ഷൂട്ടിന്റെ ഇടയില് വണ്ടി കെട്ടി എന്റെ മടി കെടുത്തിരിച്ച്, എന്റെ മാമന്റെ മോനവൻ എന്റെ വലങ്കയായിരുന്നു. അല്ല ആശുപത്രി കൊണ്ടുപോകുമ്പോ ഇനി മരിച്ച്. അതുകൊണ്ട് ഞാൻ ആ ഡാൻസ് നിർത്തി, ഡാൻസ് ഒക്കെ നിർത്തി. എന്റെ മോളെ കല്യാണത്തിന് അവരെ നിർബന്ധത്തില് അവര് ഇങ്ങനെ വന്നു തലീസം പറഞ്ഞു അച്ഛനെ ഒരു പാട്ട് ഏഡ് വെച്ചിട്ടുണ്ട്, അച്ഛൻ ആ നേരത്തെ കളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ മറ്റേ മുക്കാലിന് വെച്ചിരിക്കുന്നു പണ്ടത്തെ സാധനം. അപ്പൊ ബാക്കിൽ ഒളിഞ്ഞു നോക്കുന്നത് മോളാണോ കല്യാണം കഴിഞ്ഞ? വരാൻ പറയും. രണ്ടാമത്തെ മോളാണ്. ഓക്കെ. ഹലോ, എന്താണ് പേരെന്താ? അനാമിക. അപ്പൊ ചേച്ചിയുടെ പേരോ? ദേവിക. ദേവികയുടെ കല്യാണമായിരുന്നു. എന്തായാലും ഫാമിലിയോടെ വൈറലായി നിങ്ങളല്ലേ? ദേവിക ഉണ്ടോ അവിടെ ഇന്ന്? ശരി ശരി ശരി. എവിടെ വീട്? എവിടെയാ പ്രോപ്പർ സ്ഥലം? എവിടെയാ? ഞങ്ങൾ ചന്ദ്രാപ്പിനി 17 എന്ന് പറയും. തൃശ്ശൂര്? തൃശ്ശൂർ ജില്ല ചന്ദ്രാപ്പിനി 17. ഓക്കെ. ലാലു എന്താ പ്രൊഫഷൻ? എന്താ ചെയ്യുന്നത് ശരിക്കും? ശരിക്കും ഞാൻ പെയിന്ററാണ്, ഡിസൈൻ വർക്കർ. പിന്നെ ആൽഫയിൽ വർക്കിംഗ് ഉണ്ട്. ആൽഫയിൽ ഒരു അവിടെ പണിയുണ്ട്, വർക്കിംഗ് ഉണ്ട്. അപ്പോ ഈ എവിടെയെങ്കിലൊക്കെ ഇതുപോലത്തെ അവസരങ്ങൾ കിട്ടിയാ ഇനിയും തകർക്കില്ലേ? 12-ാം തീയതി 11-ാം തീയതി പ്രോഗ്രാം ഉണ്ട്. ആണോ? ഇതിന് ശേഷം കിട്ടിയതാണോ? എനിക്ക് വയ്യ. അപ്പൊ വീണ്ടും അതിലേക്ക് വരുവാണ്, ഡാൻസിങ്ങിലേക്ക് വരുവാണ് അല്ലേ? വരണം എല്ലാവരും പറയുന്നേ. അപ്പൊ എല്ലാവരും തീരുമാനത്തേക്ക് കളിക്കാന്ന് പറഞ്ഞു. വരണം, അല്ലെങ്കിൽ ഒരുപാട് ഞങ്ങക്ക് മിസ് ചെയ്യും. അത് വരണം, എന്തായാലും വരണം. ലാലു, ഇതിന്റെ പ്രശ്നം നമുക്ക് ഒരുപാട് ദുരന്തങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടേതായിട്ടുള്ള ഇൻബോൺ ടാലന്റുകൾ ഉണ്ടല്ലോ, ആ ടാലന്റുകളെ നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയണം. പിള്ളേരെ വിളിച്ച് ഇന്നലെ സെറ്റൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെന്റെ കൂടെ കളിച്ച അവരും കൂടെ കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ അത്ര എനർജി ഉണ്ടായില്ലല്ലോ മോക്ക്. പിടിച്ചിരിക്കാൻ പറ്റില്ല. ഞാനൊരിടത്ത് കണ്ടു, നിങ്ങൾ പറഞ്ഞു എത്രയോ കാലം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത ആ കളി അച്ഛൻ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ മിനിറ്റ് കൊണ്ട് കൊണ്ടുപോയി എന്നുള്ളത്. അങ്ങനെയാണോ? നിങ്ങൾ കുറെ പ്രാക്ടീസ് ചെയ്തോ? ഞങ്ങൾ ഒരു മാസത്തോളം ഞങ്ങൾ കസിൻസ് എല്ലാരും പ്രാക്ടീസ് ചെയ്തിരുന്നു. തലേ ദിവസമാണ് അച്ഛനോട് പറഞ്ഞത് കളിക്കണം, അച്ഛന് വേണ്ടി പാട്ട് കേൾക്കും. അപ്പൊ നേരത്താണ് വന്ന് കയറി കളിച്ചത്. 14 സെക്കൻഡ് കൊണ്ട് കൊണ്ടുപോയി. പ്രഭുദേവ ഫാനാണോ? പ്രഭുദേവ ഫാൻ അച്ഛൻ. എല്ലാരും പ്രഭുദേവ ഫാനാണ്. പക്ഷെ അച്ഛൻ ഏറ്റവും കൂടുതൽ അച്ഛന് എന്തോ ഒരു ലുക്കൊക്കെ ഉണ്ടല്ലേ? താടി ആ സ്റ്റെപ്പ് ഇടലും ഒക്കെ കണ്ടപ്പോ എവിടേക്കോ എനിക്ക് മിന്നി മാഞ്ഞു പ്രഭുദേവ. ചേട്ടാ, എവിടെ ഏതൊക്കെയായിരുന്നു കളിക്കുന്ന? മീൻസ് അന്ന് കളിച്ചോണ്ടിരുന്നപ്പോ, സ്റ്റേജിൽ കളിച്ചോണ്ടിരുന്നപ്പോ ഏതൊക്കെയായിരുന്നു പാട്ടുകൾ ഓർക്കുന്നുണ്ടോ? ഇത് തന്നെയൊക്കെ ആയിരുന്നോ? അല്ലല്ല, പിന്നെ താല പാട്ടുകള്, പിന്നെ കോടീശ്വരൻ പാട്ടൊക്കെ ഭയങ്കര വൈറലായി. അന്നൊക്കെ നല്ല ഡാൻസ് ആയിരുന്നു. അവർ സ്റ്റേജൊക്കെ ഞാൻ പൊളിച്ചിടും. അതിലൊക്കെ സ്റ്റേജൊക്കെ വീണിട്ടുണ്ട്. ഞാൻ പൊളിച്ചു എന്ന് പറഞ്ഞപ്പോ കേട്ടതേ, ഞാൻ വിചാരിച്ചു പരിപാടി ഗംഭീരമായിരുന്നു. സ്റ്റേജ് പൊളിച്ചു. സ്റ്റേജ് വീഴ്ത്തും ഞങ്ങൾ ഡാൻസിൽ എവിടെയായാലും. അത് ആചാരത്തിന്റെ ഭാഗമാണ്. സ്റ്റേജ് ഞങ്ങൾ വീഴ്ത്തും. പറ്റിണ്ട്, പൊളിഞ്ഞിട്ട് തലൊക്കെ പൊളിച്ചിട്ട് കൊറേ ഞങ്ങളെ ഫീമെയിലിന്റെ തലൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് സ്റ്റേജ് വീണ്. അത് ഏത് ഡാൻസ് ആയിരുന്നു ചേട്ടാ? ഏത് പാട്ടായിരുന്നു? ഏത് പാട്ടായിരുന്നു അത്? അതൊക്കെ ഓഡീഷൻ പാട്ടുണ്ട്, തമിഴ്. നന്നായി ആ പാട്ട് കല്യാണവേദിയിൽ കളിക്കാത്തത്. ഓക്കെ. വേറെ വീട്ടിൽ മറ്റാരൊക്കെയാ? 2 പെൺമക്കൾ. ലാലു അതോളൂ. ഗൾഫിലാണ്. അമ്മ ഡാൻസ് ചെയ്യോ?
ഡാൻസ് ചെയ്യോ അമ്മ? ഇല്ല, അമ്മേനെ കൊണ്ട് ഡാൻസ് പഠിപ്പിക്കണായിരുന്നു 2 സ്റ്റെപ്പ്. മക്കളെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നോ? ഞങ്ങൾ പഠിക്കാൻ പോയിണ്ടായിരുന്നു ഭരതനാട്യം. പിന്നെ എല്ലാവർക്കും കളിക്കുന്നുണ്ട്, കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ആദ്യ ഗുരു അച്ഛൻ തന്നെയാ? അതാണ്. ഈ വീഡിയോ വൈറലായപ്പോ ആദ്യം കണ്ട മീൻസ് ഈ തമ്പനയിലൊക്കെ രസമാണ്. എന്റെ ഈശ്വര, ഇത് അച്ഛനാണെന്ന് എഴുതി വെച്ച നന്നായി, അല്ലെങ്കിൽ കല്യാണ ചെക്കനാണെന്ന് വിചാരിച്ചേന്നൊക്കെ കണ്ടിരുന്നു. അതൊക്കെ വായിച്ചപ്പോ എന്ത് തോന്നി ലാൽ ചേട്ടാ? അത് പലരും കമന്റ് അച്ഛനല്ല അനിയനാണ് അല്ലെങ്കിൽ കല്യാണ ചെക്കനെ കമന്റ് ഇട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്റെ മോള് ആദ്യം ഇട്ടത് വെറുതെ അച്ഛനും മോളും മാത്രം അങ്ങനെ ഇട്ടത്. പിന്നെ അവര് കറക്റ്റ് ആക്കി. പിന്നെ കറക്റ്റ് ആക്കിയപ്പോ ആൾക്കാർക്ക് മനസ്സിലായി. അതായത് ലാലു കാണുന്നവരുടെ പ്രശ്നമല്ല, ലാലുവിന്റെ ലുക്കിൽ അങ്ങനെ തോന്നുള്ളൂ, സഹോദരനാന്നോ അങ്ങനെയൊക്കെ തോന്നുള്ളൂ. ചെറിയ ക്രാവിന്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായി. ഈ ക്രാവിന്റെ അച്ഛൻ, ഞാൻ ചോദിക്കുന്ന മക്കള് ഈ അച്ഛൻ ഇത്ര യങ് ആണെന്നുള്ള കൂട്ടുകാരൊക്കെ ഇടയ്ക്ക് പറയാറുണ്ടോ? മോളോടാ ചോദിച്ചത്. ഓ, ഇത് കണ്ടിട്ട് തന്നെ കോളേജിൽ ഇപ്പൊ എല്ലാവർക്കും നിന്റെ അച്ഛൻ തന്നെയാണോ എവിടെ പഠിക്കുന്നേ? ഏത് കോളേജിലാ? തൃശ്ശൂര്. അച്ഛനെ ഒരു ദിവസം കോളേജിൽ കൊണ്ടുപോകണം, എന്നിട്ട് അവിടുത്തെ സ്റ്റേജിൽ കാണിച്ചു കൊടുക്കണം എന്റെ അച്ഛന്റെ ഡാൻസ് കാണണം പറഞ്ഞു. ഓക്കെ, ഒരു പരിപാടിക്ക് വിളിക്കേ, കോളേജില് ആർട്സ് ക്ലബ് ഫെസ്റ്റിവലോ അങ്ങനെയൊക്കെ വരില്ലേ, കൊണ്ടുപോകണം അച്ഛനെ. വീണ്ടും കോളേജിൽ പാരന്റ്സ് മീറ്റിംഗിന് അച്ഛനെ കൊണ്ടുപോയിട്ട് പറ്റിക്കുവാണെന്നൊക്കെ ആരെങ്കിലും ടീച്ചർമാരും എല്ലാം പറഞ്ഞിട്ടുണ്ടോ? പാരന്റ്സ് മീറ്റിംഗിന് അച്ഛൻ വന്നത്, ഇവിടെ പാരന്റ്സ് മീറ്റിംഗ് ആയിട്ടില്ല. അല്ല, ഇനി കൊണ്ടുപോയ വൈറൽ താരമാണല്ലോ, സെലിബ്രിറ്റിയാണ്. ലാലു, എങ്ങനെ ആളുകളൊക്കെ തിരിച്ചറിയുന്നുണ്ടോ ഇത് ആ ഡാൻസ് കളിച്ച ആളല്ലേ എന്നൊക്കെ? സെൽഫി ഒക്കെ എടുക്കുന്നുണ്ടോ? അല്ല, ഏകദേശം അറിയില്ല. ഇപ്പൊ പോകുമ്പോ ചില ആൾക്കാർ വന്ന് ഷെയ്ക്കിനൊക്കെ തരാറുണ്ട്. കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. ലാലു, എന്തെങ്ങനെയാ, എപ്പഴാ ഇന്ന് ജോലിയുണ്ടോ, വർക്കുണ്ടോ ഇന്ന്? അത് 9 പോയാൽ മതി. കുഴപ്പമില്ല, അപ്പൊ ഞങ്ങളെ തടസ്സപ്പെടുത്തിയില്ലല്ലോ അല്ലേ? അന്ന് ആ ഡാൻസ് പിന്നെ കളിക്കണ്ടെന്ന് വിചാരിച്ച ആ സംഭവം പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് കേട്ടപ്പോ ഭയങ്കര സങ്കടം തോന്നി. പക്ഷെ എപ്പോഴെങ്കിലും ഒക്കെ മക്കളൊക്കെ നിർബന്ധിച്ചിരുന്നു അച്ഛൻ കളിക്കണം എന്നൊക്കെ? മോളെ നിർബന്ധം വരാം. അപ്പൊ ഇവർക്ക് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കും. ഉത്സവത്തിലൊക്കെ വല്ല പരിപാടികളൊക്കെ വരും ഞങ്ങൾക്ക്, പുലിക്ക പിള്ളേരെ ഭാഗം. അപ്പൊ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവരെ കൊണ്ട് ഞാൻ കളിക്കും. ഞാൻ കളിക്കാറില്ല. സ്റ്റേജിൽ കയറാറില്ലായിരുന്നു. ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ട് ഞങ്ങൾ ഇവിടുത്തെ പിള്ളേരൊക്കെ കയറാറുണ്ട് സ്റ്റേജിലൊക്കെ. അല്ലാണ്ട് അച്ഛൻ കയറില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഈ കല്യാണം ആ വീട്ടുകാരുണ്ടല്ലോ, മരുമോന്റെ വീട്ടുകാര്, അവരെന്ത് പറഞ്ഞു? ഞെട്ടിയോ? അവര് ഞെട്ടി. അവര് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ കളിക്കുന്നുള്ളത്. പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറയണ്ടെന്നുണ്ട്. അപ്പൊ അന്ന് കണ്ടത്. അതാ ഞാൻ ചോദിച്ചത്, കല്യാണം ഉറപ്പിച്ച ശേഷം കല്യാണം കഴിഞ്ഞിട്ടാണ്, അല്ല ഇത് തലേ ദിവസത്തെ ആയിരുന്നു, അത് കല്യാണത്തിന്റെ അന്നല്ലായിരുന്നു ഡാൻസ്? അത് കഴിഞ്ഞിട്ട് മരുമോ വന്ന് എന്താ പറഞ്ഞേ? അച്ഛനോട് എന്താ പറഞ്ഞേ? അതായത് ഈ പുതിയ ഒരുപാട് പടങ്ങൾ ഇറങ്ങുമ്പോ ഇന്ന പടം തൂക്കി എന്ന് പറയില്ലേ, കല്യാണം പെണ്ണിന്റെ അച്ഛൻ തൂക്കി. അതെ, അങ്ങനെയായിരുന്നു പലരും. ഓക്കെ. ഈ ലാലു, ഒരു കാര്യം കൂടി, അന്നൊക്കെ ഡാൻസ് ചെയ്തോണ്ടിരുന്ന സമയത്തെ ആ സ്റ്റെപ്പുകളും ഇപ്പോഴത്തെ സിനിമാറ്റിക് ട്രൂപ്പുകളൊക്കെ ചെയ്ത സ്റ്റെപ്പ് ഭയങ്കര വ്യത്യാസമല്ലേ? അപ്പൊ എങ്ങനെയാ നമുക്ക് ഇംപ്രൂവൈസേഷൻ കൊണ്ടുവരണ്ടേ? അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അല്ല, അത് ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോഴത്തെ സ്റ്റെപ്പുകള് ഭയങ്കര ഇതൊക്കെ. ഇനി പണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ബ്രേക്ക് ഡാൻസും ഈ സിനിമാറ്റിക് ഡാൻസും ചെയ്തിട്ട് കളിച്ചിരുന്നു. ഞങ്ങൾ ഡാൻസ് സെറ്റ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ഡാൻസ് ഒക്കെ ഭയങ്കര ഒരു വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. കളിക്കും, അത് ഞാനും പഠിക്കുമ്പോ ഞങ്ങളും നോക്കും. എന്തായാലും ഈ പ്രോഗ്രാമിന് കിട്ടി കഴിഞ്ഞാൽ കളിച്ചിരിക്കും എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അടിപൊളി അടിപൊളി. ഞാൻ ചോദിക്കട്ടെ, ഒരു ട്രൂപ്പ് സെറ്റ് ചെയ്താലോ? അതന്നെ, ട്രൂപ്പ് ഇടുന്നുണ്ട്. ഞാൻ ഈ പരിപാടിക്ക് പിള്ളേരെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞേ. പിള്ളേർ സെറ്റ് ചെയ്തു ഇപ്പൊ. അപ്പൊ ആ ട്രൂപ്പ് ഗംഭീരമായിട്ട് പോണം, ഇത് നിർത്തരുത്. ഇനിയിപ്പോ നിർത്തണ്ടെന്ന് എല്ലാവരും പറയുന്നത് ഇങ്ങനെ കളിച്ച് പോട്ടെ, സൈഡിൽ കൂടെ പോട്ടെ എന്ന് പറയും. അതാണ്. തിരിച്ചിറങ്ങിയപ്പോ എന്താ തോന്നുന്നത് മനസ്സില്? സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷെ നമ്മളൊരു അനിയൻ എന്റെ കൂടെ ഉള്ള ഒരു ധൈര്യത്തിൽ ഞാൻ കളിക്കുന്നുള്ള ഉറപ്പിൽ നിൽക്കുന്നുണ്ട്.
ലാൽചേട്ടൻ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായോ? ലാൽചേട്ടൻ ഡാൻസിനെ വിട്ടാലും ഡാൻസ് താങ്കളെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അപ്പോ വൈഫ് എന്താ പറഞ്ഞത് വൈറലായി കഴിഞ്ഞപ്പോ? സന്തോഷായിരുന്നു. ഹസ്ബൻഡ് പെട്ടെന്ന് സെലിബ്രിറ്റി ആയി, അതാണ്. ചേച്ചിയാണോ അനിയത്തിയാണോ നന്നായി ഡാൻസ് കളിക്കുക? മത്സരമല്ല. ഞങ്ങൾക്ക് ഡാൻസ് കാണണമെന്നുണ്ട്, പക്ഷെ നമുക്ക് പരിമിതി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഡാൻസ് ചെയ്യാൻ പറയാത്തതാണ്. അപ്പൊ നമുക്ക് എന്തായാലും നിങ്ങളുടെ അടുത്ത വീഡിയോ വൈറലാകുമ്പോ വീണ്ടും കാണാം. വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യൂ. ഓക്കെ, വലിയ സന്തോഷം. പറയൂ. ശരി ശരി, താങ്ക് യു അനാമിക, താങ്ക് യു ലാലു. അപ്പൊ അടിപൊളി അച്ഛൻ അല്ലേ, വൈറൽ അച്ഛൻ. സംസാരമൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. ചേട്ടൻ എന്തായാലും ഗംഭീരമായിട്ട് സജീവമായിട്ട് ഡാൻസിങ്ങിൽ പോട്ടെ മുന്നോട്ട്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കാൻ അനുമതി തേടി മകൾ ആശ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. മൃതദേഹം എംബാം ചെയ്ത് സൂക്ഷിക്കാനും പഠനാവശ്യത്തിനായി ഏറ്റെടുക്കാനുമുള്ള കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ തീരുമാനം റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, വലിയൊരു വിവാദമായിരുന്നു ഇത്. വലിയ നാടകീയ രംഗങ്ങളൊക്കെ ആയിരുന്നു അന്ന് പൊതുദർശന സമയത്തുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഇത് തീരുമാനത്തിലേക്ക് എത്തുമോ? ഇന്ന് മകൾ നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. അശ്വതി, ഇതിൽ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അതിൽ എന്താണ് സർക്കാരിന് ഇത് സംബന്ധിയായ കാര്യങ്ങൾ പറയുവാനുള്ളത് എന്നതാണ് കോടതി നോക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ പറയാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിലുള്ള ഒരു കാര്യങ്ങൾ അത് ചെയ്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള മെഡിക്കൽ കോളേജിൽ മൃതദേഹം ഏൽപ്പിച്ചിരിക്കുക എന്ന കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. എംബാം ചെയ്ത ശേഷം പിന്നീട് പഠനാവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കുക എന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലുള്ള ഒരു നടപടികൾ തൽക്കാലം തടഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഇനിയിപ്പോൾ വിശദീകരണം കേൾക്കട്ടെ എന്നത് പറഞ്ഞത്. അതിൽ മെഡിക്കൽ കോളേജിന് മുകളിൽ ആരോഗ്യ വകുപ്പിൻ്റെതായ ഏതെങ്കിലും തീരുമാനം ഇക്കാര്യങ്ങളിലുണ്ടോ, അതിൽ വിശദീകരണം വരാനുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി ചോദിച്ചിരുന്നു. ഇക്കാര്യത്തിലുള്ള ഒരു വിശദീകരണം ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. ഒപ്പം മകൾ ആശ ലോറൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മതാചാര പ്രകാരം തന്നെ സംസ്കരിക്കണം എന്നതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ 3 മക്കളാണ് MM ലോറൻസിനുള്ളത്. അതിൽ ഒരാളുടെ കൂടി, ഒരു പെൺമകളുടെ കൂടി ഇതിൽ അവരുടെ കൂടി വിശദീകരണം കേൾക്കും. സുജാത ബോബൻ്റെ കൂടി വിശദീകരണം എന്താണ് അവർക്ക് പറയുവാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കേൾക്കും. അപ്പോൾ 3 മക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം, ഇത്തരം കാര്യങ്ങൾ കോടതിക്ക് വ്യക്തമായി ആരാഞ്ഞതിന് ശേഷമായിരിക്കും ഇതിലൊരു തീരുമാനത്തിലേക്ക് അടക്കം പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം MM ലോറൻസിൻ്റെ ഒരു ആഗ്രഹപ്രകാരമാണ് ഈ രീതിയിലേക്ക് തങ്ങൾ നീങ്ങുന്നതെന്നായിരുന്നു മറ്റ് 2 മക്കളുടെയും ഒരു വാദമായിട്ട് തന്നെ പറഞ്ഞിരുന്നത്. അതിന് പ്രകാരമാണ് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തത്. എന്തായാലും ഇത് ആ ദിവസങ്ങളിൽ മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ ചടങ്ങിൽ വെച്ച് തന്നെ പ്രത്യേകിച്ച് പൊതുദർശന സമയത്ത് അനുവദിച്ചിരുന്ന ആ സമയത്ത് തന്നെയും വലിയ രീതിയിലേക്ക് ബഹളമായിട്ട് തന്നെ മാറുകയും അത് മാധ്യമശ്രദ്ധയെല്ലാം നേടുകയും ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ എന്താണ് അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്, ആരുടെ ഭാഗമാണ് കൂടുതലായിട്ട് കോടതി കേൾക്കുന്നത് എന്ന് സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് ഇന്ന് കടന്നേക്കും. അതിൽ മക്കളുടെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം കോടതി കണക്കിലെടുക്കും. ഒപ്പം സർക്കാർ ഇക്കാര്യത്തിൽ മെഡിക്കൽ കോളേജിന് അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും കാര്യങ്ങളിൽ തീരുമാനം വരാനുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇന്ന് പരിശോധിക്കും. അതിനുശേഷം ഒരുപക്ഷെ തീരുമാനം അടുത്ത ദിവസങ്ങളിലേക്കായിരിക്കും. നിലവിൽ തീരുമാനമാകുന്നതുവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ മൃതദേഹം സൂക്ഷിക്കാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി ഡാനി, എന്തായാലും ഇന്ന് തീരുമാനം നമുക്കറിയാം എന്ന് തോന്നുന്നു. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ. നമ്മൾ ഇനി ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേള കഴിഞ്ഞെത്തുമ്പോൾ അതിവേഗത്തിൽ വാർത്തകളുമായി ഫാസ്റ്റ് ന്യൂസുമായി ദിൽന എത്തും. ADGP MR അജിത് കുമാറിന് ഇന്ന് നിർണായക ദിനം. PV അൻവർ ഉന്നയിച്ചതടക്കം അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ DGP ഇന്ന് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും. തൃശൂർ പൂരം കലക്കലിൽ തുടരന്വേഷണ കാര്യത്തിലും തീരുമാനം ഉണ്ടാകും. 2 അന്വേഷണങ്ങൾക്കാണ് സാധ്യത.
തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിക്കും. നാളെ നിയമസഭ ചേരും മുൻപ് ADGPയെ മാറ്റാനാണ് സർക്കാർ നീക്കം. ADGP വിവാദം തുടരുന്നതിനിടെ CPI നിർവാഹക സമിതി യോഗം ഇന്നലെ CPM നേതാക്കളുമായി ബിനോയ് വിശ്വം നടത്തിയ ചർച്ചയിലും അനുകൂല പ്രതികരണം ഉണ്ടായില്ല. നിർവാഹക സമിതിയിൽ മുഖം രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ബിനോയ് വിശ്വം ഇന്നലെ രാത്രി മുഖ്യമന്ത്രിയെയും MV ഗോവിന്ദനെയും കണ്ടത്. അജിത് കുമാറിനെതിരെ നടപടി വൈകുന്നതിൽ രൂക്ഷ വിമർശനം എക്സിക്യൂട്ടീവിൽ ഉയരും. ദ ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തെ തുടർന്നുണ്ടായ വിവാദവും ചർച്ചയ്ക്ക് വരും. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് PR ഏജൻസിയെ ഉപയോഗിച്ചുവെന്ന വിവാദങ്ങൾക്കിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങളാണ് അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. PR ഏജൻസി പറഞ്ഞ കാര്യമാണ് മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദവാചകങ്ങൾ ഉൾപ്പെടുത്തിയതെന്ന് ദ ഹിന്ദു പത്രവും പറഞ്ഞു. ഇതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും CPM നേതൃത്വവും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇക്കാര്യം ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും. മന്ത്രിമാറ്റ ചർച്ചയുമായി ബന്ധപ്പെട്ട് NCP നേതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. AK ശശീന്ദ്രനെ മാറ്റി തോമസ് K തോമസിനെ മന്ത്രിയാക്കണമെന്ന കേന്ദ്രത്തിന്റെ നിലപാട് മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്ന് PC ചാക്കോ. NCP മന്ത്രിയെ പിൻവലിച്ചാൽ പകരം മന്ത്രിയെ അനുവദിക്കണോ എന്ന് മുന്നണി തീരുമാനിക്കും എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ NCP നേതാക്കളെ അറിയിച്ചിരുന്നത്. ഇന്നും അദ്ദേഹം ആ നിലപാട് ആവർത്തിച്ചാൽ ശശീന്ദ്രനെ മാറ്റാനുള്ള ചാക്കോ വിഭാഗത്തിന്റെ നീക്കം പ്രതിസന്ധിയിലാകും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജികളിൽ സംസ്ഥാന സർക്കാരും പ്രത്യേക അന്വേഷണ സംഘവും ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ മറുപടി നൽകും. സീൽ വെച്ച കവറിലാണ് സർക്കാരിന്റെയും SITയുടെയും സത്യവാങ്മൂലം. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖിനെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം നീളുന്നു. ഇടക്കാല ജാമ്യം ലഭിച്ച സിദ്ദീഖ് അഭിഭാഷകനുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. നോട്ടീസ് ലഭിക്കും മുൻപ് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ടെന്നും സൂചന. ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് സംവിധായകൻ B ഉണ്ണികൃഷ്ണനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. വിനോദ മേഖലയിലെ ലൈംഗിക തൊഴിൽ ചൂഷണം തടയാനുള്ള നിയമനിർമ്മാണം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സംസ്ഥാന വനിതാ കമ്മീഷൻ ഹൈക്കോടതിക്ക് കൈമാറും. റിപ്പോർട്ടിൽ അതീവ ഗുരുതര കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രഥമദൃഷ്ട്യാ വിശദീകരിക്കുന്നുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷണം. നെഹ്റു ട്രോഫി വള്ളംകളി ഫലനിർണയത്തിലെ തർക്കത്തിൽ അപ്പീൽ ജൂറിയുടെ യോഗം ഇന്ന്. കളക്ടർ പങ്കെടുക്കുന്ന യോഗത്തിൽ പരാതി സാങ്കേതികമായി പരിശോധിക്കും. പരാതിക്കാരായ ക്ലബ്ബുകളെയും ചുണ്ടൻവള്ള സമിതിക്കാരെയും കേൾക്കുന്ന സമിതി വിധികർത്താക്കളെയും വിളിച്ചു വരുത്തും. ഫൈനലിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമിതി പരിശോധിക്കും. CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മതാചാര പ്രകാരം സംസ്കരിക്കാൻ അനുമതി തേടി മകൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മൃതദേഹം പഠനാവശ്യത്തിനായി ഏറ്റെടുക്കാനുള്ള കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ തീരുമാനം റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും ആശുപത്രി സൂപ്രണ്ടിനുമെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു. മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു കൊല്ലപ്പെട്ട കേസിൽ പ്രാരംഭവാദം ഇന്ന് ആരംഭിക്കും. പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ പ്രതികളായ 4 കേസുകളാണ് അഭിമന്യു വധവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 4 കേസുകളും ഒരുമിച്ച് വിചാരണ നടത്താനാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ തീരുമാനം. വിചാരണയ്ക്ക് മുന്നോടിയായുള്ള പ്രാരംഭവാദത്തിനാണ് ഇന്ന് തുടക്കമാകുക. 16 പ്രതികളാണ് 4 കേസുകളിലായി ഉള്ളത്. 2018 ജൂലൈ 2-നാണ് അഭിമന്യു കൊല്ലപ്പെട്ടത്. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം. 6 പേർ കൊല്ലപ്പെട്ടു. ആശുപത്രിക്ക് മുകളിലും ബോംബ് വീണു. കൊല്ലപ്പെട്ടവരിൽ അമേരിക്കൻ പൗരനും. ഇതിനിടെ UN സെക്രട്ടറി ജനറലിന് ഇസ്രായേൽ വിലക്കേർപ്പെടുത്തി. അസ്വീകാര്യനായ നയതന്ത്രജ്ഞനായ ഗുട്രസ് രാജ്യത്ത് പ്രവേശിക്കരുതെന്നാണ് ഇസ്രായേൽ നിർദ്ദേശം. മണിപ്പൂരിൽ 3 പേർ വെടിയേറ്റു മരിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഒരു പോലീസുകാരനും കൊല്ലപ്പെട്ടു. നാഗാ ഗോത്രങ്ങളിലെ ഇരുവിഭാഗങ്ങളിലുള്ള തർക്കമാണ് വെടിവെപ്പിലെത്തിയത്. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു.
ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 6 മണിക്ക് ശേഷം സ്ഥാനാർത്ഥികളുടെ ഇലക്ഷൻ ഏജന്റുമാർ അല്ലാതെ മറ്റ് പാർട്ടി പ്രവർത്തകർ മണ്ഡലത്തിൽ തുടരാൻ പാടില്ല. രാഷ്ട്രീയ പാർട്ടികൾ അവസാനഘട്ട ഒരുക്കത്തിലാണ്. കോൺഗ്രസ് മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ മുന്നിൽ നിർത്തുമ്പോൾ ബിജെപിയുടെ പ്രചാരണം ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് സുരക്ഷാ നടപടികൾ ശക്തമാക്കി. 225 അർദ്ധ സൈനിക വിഭാഗങ്ങളെയും 60,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചതായി DGP അറിയിച്ചു. ന്യൂ ജില്ല ഉൾപ്പെടെ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ പ്രത്യേക മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒക്ടോബർ 5-നാണ് സംസ്ഥാനത്തെ 90 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മുൻ ബീഹാർ മുഖ്യമന്ത്രി ബ്രിജ് ബിഹാരി പ്രസാദ് കൊലക്കേസിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. കേസിൽ മുൻ MP സൂരജ് ബൻ സിംഗിനെയും മറ്റ് 8 പേരെയും പട്ന ഹൈക്കോടതി കുറ്റവിമുക്തമാക്കിയിരുന്നു. ഇത് ചോദ്യം ചെയ്തുള്ള ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിക്കുക. 1998 ജൂൺ 13-നാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ നിന്ന് മടങ്ങുന്നതിനിടെ ബ്രിജ് ബിഹാരി പ്രസാദ് കൊല ചെയ്യപ്പെടുന്നത്. 2025-ലെ കുംഭമേളയ്ക്കായി 992 സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ പങ്കെടുക്കും. ജനുവരി 12-ന് ആരംഭിക്കുന്ന കുംഭമേളയിൽ ഏകദേശം 50 കോടി പേർ എത്തുമെന്നാണ് കണക്കാക്കുന്നത്. ട്രെയിൻ ഗതാഗതം സുഗമമായി നടക്കുന്നതിന് പ്രയാഗ്രാജ് ഡിവിഷനിലും പരിസര പ്രദേശത്തും റെയിൽവേ ട്രാക്ക് ഇരട്ടിക്കൽ ജോലികളും നടക്കുന്നുണ്ട്. ഹൈദരാബാദിൽ വൻ മയക്കുമരുന്ന് വേട്ട. 4 വ്യത്യസ്ത കേസുകളിൽ അന്തർ സംസ്ഥാന കള്ളക്കടത്ത് സംഘത്തിലെ 11 പേർ പിടിയിലായി. 30 ലക്ഷം രൂപ വില വരുന്ന മയക്കുമരുന്ന് സൗത്ത് വെസ്റ്റ് സോൺ കമ്മീഷണറുടെ നേതൃത്വത്തിലെ പ്രത്യേക ഫോഴ്സ് പിടിച്ചെടുത്തു. സോനം വാങ്ചുക്കിന്റെ ചലോ ഡൽഹി ക്ലൈമറ്റ് മാർച്ച് അവസാനിച്ചു. മണിക്കൂറുകളോളം നീണ്ട പ്രതിഷേധങ്ങൾക്കും അനിശ്ചിതങ്ങൾക്കും ഒടുവിലായിരുന്നു രാജ്ഘട്ടിൽ സമാപിച്ചത്. രാത്രി 10-ന് വാങ്ചുക്കും 150 പദയാത്രികരും ലഡാക്കിലെ വിദ്യാർത്ഥികളും പ്രതിഷേധക്കാരും രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി. ടൊവിനോ തോമസിനെ നായകനാക്കി ജിതിൻ ലാൽ സംവിധാനം ചെയ്ത ARM 100 കോടി പിന്നിട്ട് ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുന്നു. ആഴ്ചകളായി കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് എല്ലാ ദിവസവും 1 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കാൻ ARMനായി. കഴിഞ്ഞ ദിവസം മാത്രം ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോ മുഖേന ബുക്ക് ചെയ്തത് ചിത്രവും ARM ആണ്. വിജയ് സേതുപതിയുടെ കരിയറിലെ ആദ്യത്തെ നിശബ്ദ ചിത്രം ഗാന്ധി ടോക്സ് റിലീസിനൊരുങ്ങുന്നു. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്ത ചിത്രത്തിന് മികച്ച അഭിപ്രായമാണ് ലഭിച്ചിരുന്നത്. ചിത്രത്തിന്റെ മേക്കിംഗ് വീഡിയോ പുറത്തുവിട്ടുകൊണ്ടാണ് ചിത്രം റിലീസ് ഒരുങ്ങുന്നതായി വിജയ് സേതുപതി പ്രഖ്യാപിച്ചത്. AR റഹ്മാൻ സംഗീതം നൽകുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. കാനഡയിൽ ചിത്രീകരിച്ച മലയാള ചിത്രം എ ഫിലിം ബൈ OTT-യിൽ റിലീസ് ചെയ്തു. ശബരീഷ് ഉണ്ണികൃഷ്ണൻ, വിജയലക്ഷ്മിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. പുതുമുഖങ്ങൾ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം മാജിക് മിസ്റ്റ് മീഡിയ OTT-യിലാണ് റിലീസ് ചെയ്തത്. നവാഗതരായ സഞ്ജയ് അജിത് ജോൺ, സുബിഷ സമ്പത് കുമാർ, ശ്രീകാന്ത് ശിവ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. രജനീകാന്തിനെ നായകനാക്കി TJ ജ്ഞാനവേൽ സംവിധാനം ചെയ്ത വേട്ടയന്റെ ട്രെയിലർ പുറത്ത്. മാസ് ആക്ഷൻ ത്രില്ലറായാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഒക്ടോബർ 10-ന് ചിത്രം പ്രേക്ഷകരിലേക്കെത്തും. നവാഗതനായ ഷാജഹാൻ സംവിധാനം ചെയ്ത ജമീലാന്റെ പൂവൻ കോഴി പ്രേക്ഷകരിലേക്ക് എത്തുന്നു. ജമീല എന്ന കേന്ദ്ര കഥാപാത്രമായി ബിന്ദു പണിക്കരാണ് വേഷമിടുന്നത്. ചിത്രത്തിലെ 2 ഗാനങ്ങളും ടീസറും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരളയിലെ തിരുവനന്തപുരം കൊമ്പൻസ് മലപ്പുറം FC ആവേശക്കളി സമനിലയിൽ. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം പങ്കുവെച്ച് പിരിഞ്ഞു. മലപ്പുറത്തിനായി അലക്സിസ് സാഞ്ചസും കൊമ്പൻസിനായി വൈഷ്ണവും സ്കോർ ചെയ്തു. ലീഗ് 5 റൗണ്ട് പൂർത്തിയായപ്പോൾ 6 പോയിന്റുള്ള കൊമ്പൻസ് 4-മതാണ് എത്തിയത്.
പത്തനംതിട്ടയിലെ കായിക താരങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമായ ജില്ലാ സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നു. 50 കോടി മുടക്കിയാണ് ജില്ലാ സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളാണ് സ്റ്റേഡിയത്തിൽ ഒരുക്കുന്നത്. 1.5 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കും. മുതിർന്നവരുടെ സദസ്സിൽ ഗാന്ധി സ്മൃതി പ്രഭാഷണം ചെയ്ത താരമായി ഇഫ അമൽ എന്ന 4ാം ക്ലാസ്സുകാരി. വനിതാ സാഹിതി അട്ടപ്പാടി മേഖലാ കമ്മിറ്റി അഗളിയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഇഫ താരമായത്. യാതൊരു സഭാകമ്പമോ ഭയമോ ഇല്ലാതെ ഇഫ ഗാന്ധി സ്മൃതി പ്രഭാഷണം നടത്തിയത് ഏവരെയും ആകർഷിച്ചു. താങ്ക് യു ദിൽന. അപ്പോൾ ഫാസ്റ്റ് ന്യൂസ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ദേശീയ വാർത്തകളിലേക്ക് പോകുമ്പോൾ രാകേഷ് ചേരുന്നു ദേശീയ വാർത്തകളും. ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ദേശീയ തലത്തിൽ പ്രതീക്ഷിക്കുന്നത്? രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. ഒപ്പം പ്രശാന്ത് കിഷോർ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച അതുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയുള്ളത് ഡൽഹിയിൽ ഒരു ഡോക്ടറെ വെടിവെച്ചു കൊന്നു എന്ന വാർത്ത കൂടി ഈ ഘട്ടത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും വിശദമായി നോക്കാം. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. വാശിയേറിയ പ്രചാരണമാണ് 90 മണ്ഡലങ്ങളിലേക്ക് ഹരിയാനയിൽ നടന്നത്. പ്രത്യേകിച്ച് ഭരണം നിലനിർത്താനുള്ള ശ്രമം BJPയുടെ ഭാഗത്ത് നടക്കുന്നു. 2014 മുതൽ BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. 10 വർഷമായി BJP ഭരിക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന. പക്ഷേ അവിടെ സമീപകാലത്തുണ്ടായ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു മുന്നേറ്റം നടത്താൻ BJP കഴിഞ്ഞിട്ടില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളും വിജയിച്ച BJP പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുക മാത്രമാണ് ചെയ്തത്. അവർക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ശ്രദ്ധേയമായ പ്രകടനം, പകുതി സീറ്റുകൾ പിടിക്കാൻ കോൺഗ്രസ് സാധിച്ചു. അതാണ് കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന പ്രധാനപ്പെട്ട ഘടകം. പ്രത്യേകിച്ച് ഭരണത്തിൽ തിരിച്ചെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നത്. ഏതായാലും ജാതി സമവാക്യങ്ങൾ നിർണായകമാകും ഹരിയാനയുടെ കാര്യത്തിൽ എന്ന സംശയമില്ല. പ്രത്യേകിച്ച് ജാട്ട് ഇതര വോട്ടുകൾ, ഒപ്പം തന്നെ ദളിത് വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് BJP കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അധികാരം അവിടെ പിടിച്ചത്. അപ്പോൾ ജാട്ട് വോട്ടുകൾ എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിർണായകമാണ് എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പ്രചാരണ രംഗത്തുണ്ട്. രാഹുൽ ഗാന്ധി നൂഹിലാണെന്ന് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. BJPക്കായും മറ്റ് കേന്ദ്ര നേതാക്കളും ഏതായാലും അവസാന ദിവസത്തിൽ പ്രചാരണത്തിനായി സജീവമായി രംഗത്തുണ്ട്. ഇനി പ്രശാന്ത് കിഷോറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, പ്രശാന്ത് കിഷോർ നമുക്കറിയാം 2014 നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പല തന്ത്രങ്ങൾക്കും രൂപം നൽകിയ വ്യക്തിയാണ് പ്രശാന്ത് കിഷോർ. പ്രത്യേകിച്ച് ചായ് പേ ചർച്ച, മണിശങ്കരയ്യരുടെ പരാമർശം പിന്നീട് ചായ് പേ ചർച്ച എന്ന രീതിയിൽ അങ്ങനെ ഒരു ആശയമായി മാറ്റിയതൊക്കെ പ്രശാന്ത് കിഷോർ ആയിരുന്നു. അതിനുശേഷം മോദിയുമായി അകലുകയും 2015 അദ്ദേഹം JDUവിനൊപ്പം, JDUവും RJDയും സഖ്യമായാണെന്ന് മത്സരിച്ചത്. അവർക്കൊപ്പം ചേർന്നുകൊണ്ട് അവിടെ അധികാരം പിടിക്കുന്നതും നമ്മൾ കണ്ടു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഏതായാലും ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ അദ്ദേഹം രൂപീകരിച്ച, നേരത്തെ JDUയുടെയൊക്കെ ഭാഗമായിരുന്നു അദ്ദേഹമെങ്കിൽ പോലും ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് പ്രശാന്ത് കിഷോർ രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രശാന്ത് കിഷോർ രൂപീകരിച്ചിരിക്കുന്ന പാർട്ടിയുടെ പ്രഖ്യാപനം ഇന്നലെയാണ് നടന്നത്. അതിൽ തന്നെ ജൻ സുരാജ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ അധ്യക്ഷനായി അദ്ദേഹം നിശ്ചയിച്ചിരിക്കുന്ന മുൻ IAS ഉദ്യോഗസ്ഥനായ മനോജ് ഭാരതിയെയാണ് അദ്ദേഹം നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും 5 കാര്യങ്ങളാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് അടുത്ത വർഷം ആദ്യമാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ തന്നെ തൊഴിലില്ലായ്മ വലിയ വിഷയമാക്കി കൊണ്ടുവരുന്നു. ഒപ്പം തന്നെ പെൻഷൻ, പ്രായമായവർക്ക് പെൻഷൻ അടക്കമുള്ള വിഷയങ്ങൾ, തൊഴിൽ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ചർച്ചയായി കൊണ്ടുവരുന്നു. ഇതിനൊപ്പം എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അശ്വതി, ഈ മദ്യനിരോധനം. ബീഹാറിൽ തുടർച്ചയായി നിതീഷ് കുമാർ വിജയിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ അവർ 2016 നടപ്പാക്കിയ മദ്യനിരോധനമായിരുന്നു. പ്രത്യേകിച്ച് അത് സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കി എന്നൊരു വിലയിരുത്തലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രശാന്ത് കിഷോർ ഇപ്പോൾ പറയുന്നത് മദ്യനിരോധനം അധികാരത്തിലെത്തിയാൽ പിൻവലിക്കുമെന്നാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ മദ്യം നിരോധിച്ചപ്പോൾ അവിടെ ഇത്തരത്തിൽ വ്യാജ വാറ്റടക്കമുള്ള സംഭവങ്ങൾ, നിരന്തരം ഇത്തരത്തിൽ ആളുകൾ കൂട്ടമരണങ്ങൾ സംഭവിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അതിനെതിരെ ശിക്ഷിക്കപ്പെടുന്നവരുടെ അളവ് വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു വിഷയം അതിനെ എങ്ങനെ മുതലാക്കാൻ കഴിയുമെന്ന ആശയമൊക്കെ പ്രശാന്ത് കിഷോർ നോക്കുന്നുണ്ട്. ഏതായാലും ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി കൂടെ ബീഹാറിൽ പിറവിയെടുക്കുന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നേരത്തെ ഡൽഹിയിലെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകം വലിയ രീതിയിൽ രാജ്യവ്യാപകമായി വലിയ ചർച്ചയായതാണ്, വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വാർത്ത, ഡൽഹിയിൽ ഒരു ഡോക്ടർ വെടിയേറ്റ്
മരിച്ചു, കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. വസന്ത് കുഞ്ച്, കാളന്തി കുഞ്ച് മേഖലയിലാണ്, പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് 2 പേർ പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തുന്നു. തുടർന്ന് അവർക്ക് മുറിവ് ഡ്രസ്സ് ചെയ്ത് നൽകി. അതിനുശേഷം അവർ പറയുന്നു എനിക്ക് ഡോക്ടറെ കാണണമെന്ന് പറയുന്നു. ഡോക്ടറുടെ ക്യാബിനിലേക്ക് പ്രവേശിച്ചപ്പോൾ വെടിവെച്ച് കൊലപ്പെടുത്തി എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ, മറ്റ് ആശുപത്രി അധികൃതരൊക്കെ തന്നെ ഇപ്പോൾ നൽകുന്ന വിവരം. ഏതായാലും CCTV കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇവരെ കണ്ടെത്താൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല. ശരി, അതൊക്കെയാണ് അപ്പോൾ ദേശീയ തലത്തിലെ വാർത്ത. നമ്മൾ വീണ്ടും കേരളത്തിലേക്ക് വരുമ്പോൾ രാജേഷ്, ഈ കോട്ടയത്തെ ആമ്പൽ വസന്തത്തിന് സമാപനമാവുകയാണ്. നെൽകൃഷിക്ക് അവിടെ സമയമായിരിക്കുന്നു. അതുകൊണ്ടാണ് കർഷകർ ഈ ആമ്പൽ ചെടികൾ നശിപ്പിച്ച് അവിടെ പാടം ഒരുക്കിയിരിക്കുന്നത്. അപൂർവം ചില സ്ഥലങ്ങളിൽ 3 ദിവസം കൂടി അവിടെ ആമ്പൽ പൂക്കൾ കാണാം. ആരെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോയി ആമ്പൽ വസന്തം കാണാവുന്നതാണ്. ആസ്വാദകരുടെ മനസ്സ് നിറച്ചൊരു ആമ്പൽ പൂക്കാലത്തിനു കൂടി അവസാനം. കോട്ടയത്തെ കർഷകർ തിരികെ നെൽകൃഷിയിലേക്ക്. പാടങ്ങളിലെ വെള്ളം പൂർണ്ണമായും പറ്റിച്ചു. ഇതോടെ ആമ്പൽ ചെടികൾ ഇല്ലാതായി. ട്രാക്ടർ കയറ്റി പാടം ഉഴുതുമറിച്ചൊരുക്കുകയാണ് ഓരോ പാടങ്ങളിലും. ട്രാക്ടർ കയറ്റി പാടം ഉഴുതുമറിച്ചൊരുക്കുകയാണ് ഓരോ ഇടങ്ങളിലും. കളനാശിനി അടിച്ച പാടങ്ങളിൽ വരമ്പ് വെട്ടി തുടങ്ങി. തുലാം 10-നാണ് മലരിക്കലെ വിത്ത് വിതയ്ക്കൽ. നല്ല രീതിയിലാണ് ആമ്പൽ വസം നടന്നത്. എല്ലാം ഇവിടെ ഒരു 150 വള്ളം ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഒരു 3 മാസമുള്ള അരി മേടിക്കാനുള്ള മാർഗം ഉണ്ടായിരുന്നുണ്ട്. പിന്നെ പൂ വിൽക്കുന്നവരുണ്ടായിരുന്നു, ഇതിൻ്റെ ചൂട് പറിച്ച് വിൽക്കുന്നവരുണ്ടായിരുന്നു. എല്ലാം നല്ല പരിപാടിയായിരുന്നു നടന്നത്. വരമ്പ് വെട്ടി ഒരുക്കിയ ശേഷം പാടത്ത് വീണ്ടും വെള്ളം നിറയ്ക്കും, കളനാശിനിയും തളിക്കും. അപ്പോഴേക്കും വിത്ത് വിതയ്ക്കാൻ സമയമാകും. ഇത് വർഷം ഒരു 150 വർഷം മുതൽ തീരെ വർഷാവർഷം കൃഷി ചെയ്യുന്ന സ്ഥലം. 1800 ഏക്കറുണ്ട്. 1800. വള്ളത്തിനും പാർക്കിങ്ങിനുമൊക്കെയായി മികച്ച വരുമാനമാണ് കഴിഞ്ഞ 3 മാസമായി മലരിക്കൽ നിവാസികൾക്ക് കിട്ടിയത്. പഞ്ചായത്തും പ്രവേശന ഫീസ് വഴി വരുമാനം നേടുന്നുണ്ട്. നിലവൊരുക്കുന്ന വണ്ടിക്ക് ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടോ, വണ്ടി ട്രാക്ടർ അടിച്ച് നിരപ്പാക്കുക. നിരപ്പാക്കി പിന്നെ ഇതിന് ഇപ്പം ഇത് കഴിയുമ്പം വെള്ളം കയറ്റും. വെള്ളം കയറ്റി കഴിഞ്ഞാൽ പിന്നെ വിതയ്ക്കാനുള്ള പരിപാടികളാണ്. പിന്നെ ഗ്രാമീണ ടൂറിസം മേഖലയിൽ മലരിക്കൽ ഒരു പുത്തൻ മാതൃകയാണ്. അടിസ്ഥാന സൗകര്യ മേഖല ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. എന്തായാലും വരുന്ന 1 വർഷം ആമ്പൽ പ്രേമികൾക്ക് ഇനി കാത്തിരിപ്പിന്റേതാണ്. മലരിക്കൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. റിപ്പോർട്ട് എന്തായാലും നമ്മൾ മറ്റിനി വാർത്തകളിലേക്ക് പോകുമ്പോൾ അത് ഇന്നത്തെ പത്രങ്ങൾ പ്രധാനപ്പെട്ട വാർത്തകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. കിരൺ ബാബു ചേരുന്നുണ്ട് പത്രവിശേഷങ്ങളുമായി. കിരൺ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ പത്രങ്ങളിൽ? കിരൺ കേട്ടില്ലെന്ന് തോന്നുന്നു. കിരൺ, ഇന്ന് ഏതൊക്കെയാണ് ലീഡ് വാർത്തകളായി വരുന്നത് കേരളത്തിലെ മലയാളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ? എൽദോ, അശ്വതി, എല്ലാ മലയാള പത്രങ്ങളിലെയും ലീഡ് വാർത്ത ഒന്ന് തന്നെയാണ്. അത് ഇന്നലെ PR-മായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിവാദം തന്നെയാണ്. അത് പലതരത്തിൽ കൊടുത്തിരിക്കുന്നു. ചില പത്രങ്ങൾ മാത്രമാണ് മറ്റ് വാർത്തകൾ പ്രധാനമായി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറാൻ ഇസ്രയേൽ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള പശ്ചിമേഷ്യയുടെ സാഹചര്യം, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് അത് വലിയ പ്രത്യേക താല്പര്യമുള്ള, അല്ലെങ്കിൽ കേരളത്തെ നേരിട്ട് ബാധിക്കുന്നൊക്കെയാണ് അങ്ങനെ ഒരു യുദ്ധ സാഹചര്യമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അതും പ്രധാന വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നു. നമുക്ക് പ്രധാനപ്പെട്ട മലയാള പത്രങ്ങളിലെ വാർത്തകളിലേക്ക് കൂടി കിടക്കാം. അതോടൊപ്പം തന്നെ മാതൃഭൂമി മറ്റൊരു എക്സ്ക്ലൂസീവ് വാർത്ത കൂടി നൽകിയിരിക്കുന്നു. ഈ ADGP-യുടെ RSS ബന്ധത്തിലെ വിവാദവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത. എന്തായാലും നമുക്ക് വാർത്തകളിലേക്ക് തന്നെ നോക്കാം. മലയാള മനോരമ നൽകിയിരിക്കുന്ന വാർത്തയുടെ പ്രധാന വാർത്തയുടെ തലക്കെട്ട് തന്നെ നൽകി എന്തേ മൗനം എന്നുള്ളതാണ്. പ്രതികരിക്കാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസും എന്നതായിരുന്നു ഈ ചിത്രത്തിന് നൽകിയിരിക്കുന്ന ഒരു ക്യാച്ച് വേർഡ്. അതിമനോഹരമായ ക്യാച്ച് വേർഡാണ്. മുഖ്യമന്ത്രിയും മന്ത്രി OR കേളുവുമാണുള്ളത്. അതിന് OR ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. PR അല്ല, OR ആണ് എന്നുള്ളൊരർത്ഥത്തിലേക്ക് അതിനെ കൃത്യമായി നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഏതെല്ലാം ഈ അഭിമുഖവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സംശയങ്ങളാണുള്ളത്, ആ സംശയങ്ങൾ 10 അക്കമായ ഒരു ചോദ്യമായി തന്നെ ആളുകളുടെ മനസ്സിൽ ഉയരുന്ന സംശയങ്ങൾ, അല്ലെങ്കിൽ മനോരമയുടെ സംശയങ്ങളൊക്കെ, അങ്ങനെ ഒരു 10 പ്രതിപക്ഷ സംശയങ്ങളെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. 10 ചോദ്യങ്ങൾ എന്തായാലും ഇതുവരെയും ഉത്തരം കൃത്യമായി വന്നിട്ടില്ലാത്ത, അല്ലെങ്കിൽ നാളെ ഉത്തരം കിട്ടേണ്ട 10 ചോദ്യങ്ങൾ മനോരമ 1-ാം പേജിൽ തന്നെ
നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രയേൽ ഹിസ്ബുള്ള നേർക്കുനേർ യുദ്ധം എന്നുള്ളതും ഒന്നാം പേജിൽ പ്രധാന വാർത്തയായി നൽകുന്നു. അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു, അതിൻ്റെ പ്രഖ്യാപനം പിന്നീട് ഉണ്ടാവും എന്നതും പ്രധാന വാർത്തയായി തന്നെ നൽകുന്നു. അതോടൊപ്പം തന്നെ അജിത്തിനെ മാറ്റണം, മുഖ്യമന്ത്രിയോട് വീണ്ടും CPI. ഇന്ന് മന്ത്രിസഭാ യോഗം നടക്കാനിരിക്കുകയാണ്. CPIയുടെ നേതൃയോഗവും ഇന്ന് ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CPIയെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. CPI അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ട് CPIയോടാണോ അജിത്തിനോടാണോ കൂടുതൽ സ്നേഹം, അല്ലെങ്കിൽ കൂടുതൽ ആരെയാണ് സംരക്ഷിക്കുന്നത് എന്നുള്ള തരത്തിലേക്കൊക്കെയുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിലേക്ക് ഉയർന്നതിനെ തുടർന്നാണ് ഇന്നലെ മുഖ്യമന്ത്രിയെയും MV ഗോവിന്ദനെയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെയും വിനോയ് വിശ്വം കണ്ടിരുന്നു. അതും ഈ വാർത്തയിൽ പ്രധാനമായും തന്നെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അകത്തെ പേജുകളിലേക്ക് കടന്നാൽ അകത്തെ പേജിലും വിശാലമായി തന്നെ വാർത്ത നൽകിയിരിക്കുന്നത് ഇറാൻ ഏതെല്ലാം തരത്തിലുള്ള ആയുധ ശേഖരങ്ങളുണ്ട്. ഡൽഹിയിൽ നിന്നും പ്രതിരോധ വാർത്താ വിദഗ്ധൻ കൂടിയായ R പ്രസന്റിൻ്റെ വാർത്തയാണ്. ഇറാൻ്റെ ഏതെല്ലാം തരത്തിലുള്ള ആയുധങ്ങളാണ് ഇറാനിലുള്ളത്, അതോടൊപ്പം തന്നെ ഇസ്രയേലിന് എന്തെല്ലാം തരത്തിൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനമുണ്ട്, മിസൈലുകളുടെ ഡീറ്റെയിൽസുകൾ അതെല്ലാം കൃത്യമായി നൽകിയാണ് ആ ഒരു വാർത്ത നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അകത്തെ പേജിലും പ്രധാനപ്പെട്ട വാർത്തയായി ഈ PR-മായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മനോരമയ്ക്ക് സവിശേഷമായ താല്പര്യമുള്ളതുകൊണ്ട് തന്നെ വളരെ വിശാലമായി തന്നെ അത്തരം വാർത്തകൾ നൽകിയിട്ടുണ്ട്. ഒപ്പം ബീഹാറിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് റൂബിൻ ജോസഫിൻ്റെ അതിന് നൽകിയിരിക്കുന്ന തലക്കെട്ടും മനോഹരമായ തലക്കെട്ടാണ്. ജാതിത്തോട്ടം രാഷ്ട്രീയം ഇടവിള എന്നുള്ളതാണ്. ബീഹാറല്ല, ഹരിയാനയിൽ പ്രധാനമായും ജാതി വോട്ട് ബാങ്കുകൾ നിശ്ചയിക്കുന്ന, അല്ലെങ്കിൽ വിജയത്തെ നിശ്ചയിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അവിടെ രാഷ്ട്രീയത്തെക്കാൾ പ്രാധാന്യം ഈ ജാതി സമവാക്യങ്ങൾക്കാണ് എന്നതുകൂടി വരുന്ന ഒരു തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. മാതൃഭൂമി നൽകിയിരിക്കുന്നത് PR-ൽ മൗനം എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ചിത്രവും അതോടൊപ്പം തന്നെ മൗനമായിരിക്കുന്നതിൻ്റെ ചിത്രവും നൽകിയിരിക്കുന്നു. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്ത. ADGPക്ക് വീണ്ടും കുരുക്ക്. PK മണികണ്ഠൻ്റെ വാർത്തയാണ് തിരുവനന്തപുരത്തു നിന്നും. PK മണികണ്ഠൻ നൽകുന്നത് ADGP അജിത് കുമാർ ഈ നിലവിൽ RSS നേതാക്കളുമായി ചർച്ച ചെയ്തു മാത്രമല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട RSSൻ്റെ ഒരു നേതാവും അതോടൊപ്പം തന്നെ വത്സൻ തില്ലങ്കേരിയുമായി 4 മണിക്കൂറാണ് ചർച്ച നടത്തിയതെന്ന് പറയുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ RSS ദേശീയ നേതാക്കളുമായി മാത്രമല്ല സംസ്ഥാനത്തെ സംഘപരിവാർ പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തി. പ്രാന്തീയ കാര്യകാരി സദസ്യൻ വത്സൻ തില്ലങ്കേരിയുമായി ഓഗസ്റ്റ് 4-ന് കൽപ്പറ്റയിലെ സ്വകാര്യ ഹോട്ടലിൽ 4 മണിക്കൂർ കൂടിക്കാഴ്ച നടത്തി. ഈ വിവരങ്ങളൊക്കെ സർക്കാർ നേരത്തെ അറിഞ്ഞിരുന്നുവെന്നും സർക്കാർ നേരത്തെ അറിഞ്ഞിരുന്നിട്ട് പോലും ആ വിഷയത്തിനകത്ത് നടപടി സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്നുള്ള വിഷയം കൂടി വരുന്നത് സ്വാഭാവികമായും ഇന്ന് പ്രതിപക്ഷമടക്കം വളരെ പ്രാധാന്യത്തോടു കൂടി എടുക്കാൻ സാധ്യതയുള്ള ഒരു വാർത്ത കൂടിയാണ് PK മണികണ്ഠൻ നൽകുന്നത്. അതോടൊപ്പം തന്നെ CPIയുടെ മറ്റ് മനോരമ നൽകിയവർ CPIയുടെ വാർത്ത പ്രധാനമായി തന്നെ നൽകിയിരിക്കുന്നു. അൻവറിൻ്റെ വാർത്തയും ഒന്നാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. മറ്റപ്പോൾ ഹോം ഗാർഡുകൾക്ക് ശമ്പളത്തിൽ രക്ഷയില്ല എന്നുള്ള ഒരു വാർത്ത കൂടി മാതൃഭൂമി ഒന്നാം പേജിൽ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദേശാഭിമാനിയിലേക്ക് വന്നാൽ ദേശാഭിമാനി പൂർണ്ണമായും ക്ലീൻ ആവാൻ കേരളം ജനകീയ ക്യാമ്പയിന് തുടക്കം എന്നുള്ളതാണ് ഈ തലക്കെട്ടായി നൽകുന്നത്. സ്വാഭാവികമായും പാർട്ടി പത്രത്തിന് ആ തരത്തിൽ തന്നെ. അതോടൊപ്പം തന്നെ ഇന്നലെ മറ്റ് മാധ്യമങ്ങളൊക്കെ വലിയ KT ജലീലിൻ്റെ വാർത്താ സമ്മേളനത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. KT ജലീൽ അൻവറിനെ പോലെ സർക്കാരിന് മുഖ്യമന്ത്രിക്കെതിരെ പറയും എന്നുള്ള തരത്തിലേക്കുള്ള പ്രചരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ KT ജലീലിൻ്റെ വാർത്ത, മുഖ്യമന്ത്രി അനുകൂലിച്ച് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാർത്ത ഒന്നാം പേജിൽ തന്നെ പ്രാധാന്യത്തോടു കൂടി ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. എന്നാലും മറ്റു പത്രങ്ങളും ഏകദേശം സമാനമായ രീതിയിൽ തന്നെയാണ്. കേരളകൗമുദിയായാലും മംഗളമായാലും മാധ്യമമായാലും എല്ലാം സമാനമായ രീതിയിൽ തന്നെയാണ് ഇത്തരം വാർത്തകൾ നൽകിയിരിക്കുന്നത്. പ്രധാന വാർത്തയായി തന്നെ ഈ PR വിവാദം തന്നെയാണ്. അത് ഇനി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു മറുപടി ഉണ്ടാകും വരെ സ്വാഭാവികമായും അത് പ്രധാന വാർത്തയായി തന്നെ നിൽക്കാനും സാധ്യതയുണ്ട്. ശരി കിരൺ, താങ്ക് യു. കിരൺ ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ നിരവധി വാർത്തകളുണ്ട്. നമ്മൾ ഇനി സ്പെഷ്യൽ ഡേയിലേക്ക് പോവുകയാണ്. എൽദോ, കണ്ണൂർ ഉളിക്കലിലെ അനന്തികയുടെ പിറന്നാളാണ് ഇന്ന്. അനന്തിക മോൾക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. കണ്ണൂർ തില്ലങ്കേരിയിലെ അശ്വിൻ്റെ പിറന്നാളാണ് ഇന്ന്. അശ്വിൻ, വെരി ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് സന്തോഷം. അശ്വിൻ V നമ്പ്യാർ, ഞാനൊരു കുഞ്ഞുമിടുക്കെന്ന് പറയാവുന്നപ്പോഴാണ് അശ്വിന് എല്ലാവിധ ആശംസകളും നേരുന്നത് കേട്ടോ. ഇതുപോലെ നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ News 18 സ്ക്രീനിൽ നിങ്ങൾക്കും എത്താം. അതിനായി ഞങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക. വാട്സാപ്പ് ചെയ്യേണ്ട നമ്പർ 9346975748. അതിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. സ്പെഷ്യൽ ഡേ എന്താണെന്നാൽ അത്, ഒപ്പം നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, പിറന്നാളോ വിവാഹ വാർഷികമോ എന്തുമാട്ടെ നിങ്ങൾക്ക് പങ്കുചേരാം. അപ്പോൾ ഒരുപാട് വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് മോർണിംഗ് വൈബ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.
ഈ പറഞ്ഞ